ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ് കെമിക്കൽ കൈനറ്റിക്സ്. അതിന്റെ ഇക്വേഷൻ ആണ് എഴുതിയേക്കുന്നത്. ഈ ക്വസ്റ്റൻ ഇപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിക്കും കേട്ടോ. എല്ലാവരും കറക്റ്റ് ഓർഡർ ഒറ്റ സ്റ്റെച്ചിൽ ഇക്വേഷൻസ് പറയണം ഫസ്റ്റ് കേട്ടോ. ഈ ചാപ്റ്ററിന്റെ കണ്ടന്റ് ഒക്കെ ഞാൻ ഓർഡറിൽ പറയാം. ആ കൺസെപ്റ്റ് ഭയങ്കര ഈസി ചാപ്റ്റർ ആണ് ആക്ച്വലി. വെയിറ്റേജ് എത്രയാ മാർക്ക്? 7 കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. തന്നേക്കുന്ന ബുക്കില്ലേ, എന്റെ ഫ്രണ്ടിലുണ്ട്. അപ്പോ ഓർത്ത് നോക്കുക, 7 മാർക്കാണ് വെയിറ്റേജ്. അതിൽ നിങ്ങൾ ഓർത്ത് നോക്കുക 4 to 5 മാർക്ക് ഇതിലും ന്യൂമറിക്കൽ തന്നെയാണ് ആക്ച്വലി ലീഡ് ചെയ്യുന്നത്. 3 ചാപ്റ്റേഴ്സിലാണ് ന്യൂമറിക്കൽ ഉള്ളത്. ഏതൊക്കെയാ? സൊല്യൂഷൻസ്, ഇലക്ട്രോകെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ് അല്ലേ? ഓക്കെ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്ത ഏതായിരുന്നു കൂടുതൽ? കോർഡിനേഷൻ കോമ്പൗണ്ട് അല്ലേ? അതിന്റെ ക്വസ്റ്റ്യൻസ് നോമൻക്ലേച്ചർ അങ്ങനെയൊക്കെ ചെയ്തു. ഒരു റാൻഡ് ആയിട്ടുള്ള ഇത് ക്ലിയർ ചെയ്ത് പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിന്റെ കറക്റ്റ് ഓർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞ പോലെ ലാസ്റ്റത്തെ ക്ലാസ്സിൽ ഇതും ഈ ചാപ്റ്ററും ഡിയും കേട്ടോ. ഓക്കെ, അതാണ് ഇന്ന് നമ്മൾ റിവിഷൻ ആയിട്ട് നോക്കുന്നത്. ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് റിവിഷൻ എന്ന് പറയുമ്പോൾ. കണ്ടന്റ് കറക്റ്റ് ഓർഡറിലൊന്ന് പറയും. അവിടെ ഏതെങ്കിലും ടോപ്പിക്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഇന്ന് വീട്ടിൽ പോയിട്ട് ഇതേ പ്ലാനിൽ തന്നെ പോകണം കേട്ടോ. ഓക്കെ, വീട്ടിൽ പോയിട്ട് ഒന്ന് കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്തൊന്ന് പഠിച്ച് കൊണ്ടുവരാൻ നോക്കാം കേട്ടോ. ഓക്കെ, ഒരു കാര്യം നമ്മൾ അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ഏതായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഓർഗാനിക്കിന്റെ മെയിൻ ആയിട്ടുള്ള നെയിമിങ്സും അതും ഒക്കെ ഇങ്ങനെ എടുത്തു പോയതല്ലേ, അത് ഞാൻ ചോദിക്കും കേട്ടോ. ഓക്കെ, അതൊക്കെ അങ്ങ് ചോദിച്ച് ടൈറ്റ് ചെയ്ത് ഇൻഡിവിജ്വലി നിങ്ങൾക്ക് അത് അറിയുമോ എന്നുള്ളത് അനലൈസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ഓർഡറിലാവണം. ഇതാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, ഈ ചാപ്റ്ററിന്റെ ഓർഡർ എന്ന് പറയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇൻഡിവിജ്വലി ഓരോരുത്തരോടും ഇക്വേഷൻസ് പറയണം കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന എന്താണ്? റേറ്റ് ഓഫ് റിയാക്ഷൻ. സ്റ്റാർട്ട് ചെയ്യുന്ന എന്തായിരുന്നു? റേറ്റ് ഓഫ് റിയാക്ഷൻ. റേറ്റ് ഈക്വൽ ടു എന്തായിരുന്നു? മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഓർ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അതിന്റെ മീനിങ് ഇതാണ്, റിയാക്ടൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലെ? ഓക്കെ, ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. അതിൽ വരുന്ന അടുത്ത ഒരു കുഞ്ഞു പോയിന്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് റേറ്റ് എന്തായിരുന്നു? മോൾ എൽ റേസ് ടു -1, പിന്നെ എന്ത് വരും? എസ് റേസ് ടു -1. കാരണം നമ്മള് ഡെൽറ്റ ആർ, ആറിന്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ, മൊളാരിറ്റിയുടെ യൂണിറ്റ് ആണ് മോൾ പെർ ലിറ്റർ. അപ്പൊ മോൾ എൽ റേസ് ടു -1, അതുപോലെ എസ് റേസ് ടു -1. തേർഡ് ടോപ്പിക് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. എന്തായിരുന്നു ഇൻസ്റ്റന്റേനിയസ് റേറ്റ്? റേറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് എ പെർട്ടിക്കുലർ മൊമെന്റ് ഓഫ് ടൈം ഈസ് നോൺ ആസ് ദി ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഇനി ഈ ഇക്വേഷന് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് ഓർത്തു വെക്കുക, ഒരു റിയാക്ടന്റ് സ്പീഷീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സ്പീഷീസ് തരും. അതിന്റെ സ്റ്റോഷിയോമെട്രി 3 ആണ്. ഇപ്പോ N2 + 3H2 gives 2NH3. അങ്ങനെ 3 വന്നാൽ അത് എന്തായിട്ട് എടുക്കണം? 1/3. അതെന്തായിട്ട് എടുക്കണം? 1/3. അതാണ് ആദ്യത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിൽ ആ ഒരു ടൈപ്പ് ഉണ്ട്, അതും കൂടി ശ്രദ്ധിച്ചാൽ ഫസ്റ്റ് ടോപ്പിക് അവിടെ തീർന്നു. സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹെഡിങ് റേറ്റ് ലോ. റേറ്റ് ഈക്വൽ ടു K × A raised to X and B raised to Y. റേറ്റ് ലോ ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഈ ഇക്വേഷന് വെച്ചിട്ട് ലോ കൊണ്ടുപോകണം. എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് റേസ്ഡ് ടു സം പവർ which may or may not be equal to balanced chemical equation. Then അടുത്ത ഓർഡർ ഓഫ് റിയാക്ഷൻ ആണ്. What do you mean order of reaction? ഈ എക്സും വൈയും ആഡ് ചെയ്താൽ അതെന്താണ്? ഓർഡർ ആണ്. അപ്പൊ എങ്ങനെ പറയും? The sum of power of molar concentration of reactants in a rate law. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഓർഡർ ഓഫ് റിയാക്ഷൻ. ഓർഡർ ഓഫ് റിയാക്ഷൻ. Then next ഓർഡർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ മെയിൻ ആയിട്ട് വരുന്നത് എലമെന്ററി റിയാക്ഷൻ. What do you mean elementary reaction? The reaction take place in a single step. The reaction take place in a single step. Then what do you mean complex reaction? മൾട്ടിപ്പിൾ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിൽ എന്ത് എഴുതണം എന്ന് പറഞ്ഞിട്ട് മെക്കാനിസം എഴുതണം കേട്ടോ. ഓക്കെ, അപ്പോ എന്താണ്? സീക്വൻസ് ഓഫ് എലമെന്ററി റിയാക്ഷൻ ടേക്ക് പ്ലേസ് ടു ഫോം കോംപ്ലക്സ് റിയാക്ഷൻ. അതാണ് ടെക്സ്റ്റ് ബുക്കിൽ വേർഡ്, അത് ഓർത്ത് നോക്കുക. അത് കഴിഞ്ഞ് വരുന്ന ടോപ്പിക് എന്താണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മോളിക്കുലാരിറ്റി. മോളിക്കുലാരിറ്റിയുടെ ഡെഫിനിഷൻ എന്താണ്? കറക്റ്റ്, ആ വേർഡ് ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് തന്നെയാണ്. കെമിക്കൽ റിയാക്ഷൻ കേട്ടോ. ഓർത്ത് നോക്കാം. എയും ബിയും ഒരു സ്പിയേഴ്സ് പോലെ വന്നിട്ട് കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഉണ്ടാവും. എയും ബിയും കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഉണ്ടാവും. 2 കണ്ടീഷൻ. ഒന്ന് സൈമൾട്ടേനിയസ്ലി ആയിരിക്കണം, രണ്ടാമത്തത് എലമെന്ററി ആയിരിക്കണം, സിംഗിൾ സ്റ്റെപ്പിലായിരിക്കണം കേട്ടോ. അപ്പോ എന്തായിരുന്നു? ദ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷ്യസ്. ഇപ്പൊ ചോദിക്കൂട്ടോ,
പഠിച്ചോക്കണം. ദ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷ്യസ് ടേക്ക് പാർട്ട് ഇൻ ആൻ എലമെന്ററി റിയാക്ഷൻ. ടേക്ക് പാർട്ട് ഇൻ ആൻ എലമെന്ററി റിയാക്ഷൻ സൈമൾട്ടേനിയസ്ലി കൊളോയിഡ്. കേട്ടോ, ആദ്യത്തെ മെയിൻ തിയറി അതാ, അതുകൊണ്ടാണ് ഇപ്പൊ ചോദിക്കുന്നു പറയുന്നത് കേട്ടോ. നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷ്യസ് എന്തായിരുന്നു? ടേക്ക് പാർട്ട് ഇൻ ആൻ എലമെന്ററി റിയാക്ഷൻ സൈമൾട്ടേനിയസ്ലി കൊളോയിഡ് ടു ഫോം പ്രോഡക്റ്റ്. അവിടെ അവസാനിപ്പിച്ചു കേട്ടോ. ബ്രിങ് അബൌട്ട് ദ കെമിക്കൽ റിയാക്ഷൻ തന്നെയാണ്, അത് വേണ്ട, അവിടെ ഒറ്റ എന്റെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാ. ടു ഫോം എ പ്രോഡക്റ്റ്. രണ്ട് വേർഡ് അണ്ടർലൈൻ ചെയ്യാം. എലമെന്ററി എന്നുള്ള വേർഡും കണ്ടിരിക്കണം, സൈമൾട്ടേനിയസ്ലി കൊളോയിഡും കണ്ടിരിക്കണം. ഈ രണ്ട് വേർഡിനാണ് അവർ മാർക്ക് ഇടുക. അപ്പോ മോളിക്കുലാരിറ്റി ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും കേട്ടോ. ക്ലിയർ ആണ്, ഇവിടെ നിന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ആള് പറഞ്ഞു. എലമെന്ററി റിയാക്ഷൻ. ജയ്ബിൻ വേഗം പറഞ്ഞു, എല്ലാവരോടും ചോദിക്കും കേട്ടോ. എലമെന്ററി റിയാക്ഷൻ കേട്ടോ. വീട്ടിൽ പോയിട്ട് നല്ല ക്ലിയർ ആവണം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്ന ആൾക്കാര് വീട്ടിൽ പോയിട്ട് കേട്ടോ. ഇയാളത് പറഞ്ഞു, ഇയാൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതൊന്നും കൂടി അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്ത് എംഫസൈസ് ചെയ്യണം. എന്ന് വെച്ചാൽ നന്നായിട്ട് ക്ലിയർ ആക്കണം. കാരണം നിങ്ങൾക്ക് അറിയാവുന്നതേ പഠിക്കാവൂ കേട്ടോ. പല ആൾക്കാരും എന്താ പറയുക, പുതിയൊരു സാധനം ഇനി പഠിച്ചു, ഇനി ഭയങ്കര കോംപ്ലക്സ് ക്വസ്റ്റ്യൻ അന്നുമല്ല വേണ്ടേ. എന്താണോ ആ ബേസ് അത് ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് അത് ഫിനിഷ് ആയി കഴിഞ്ഞാൽ മാത്രം കോംപ്ലക്സിലേക്ക് പോവുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ, ഫ്ലക്ച്വേഷൻ ഉണ്ടാവില്ല. ഒരു ഗ്യാരണ്ടി മാർക്ക്, ഒരു 90+ ഇങ്ങനെ നമുക്ക് ഈസിയിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, കുറെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുമ്പോൾ ബ്രെയിൻ അത് അനുസരിച്ച് കറക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അടുത്ത ആൾ വേഗം പറഞ്ഞു. അടുത്ത ആള് വേഗം പറഞ്ഞേ. To form a product അല്ലെങ്കിൽ അല്ലേ, bring in an chemical reaction. To form a product. വേഗം പറഞ്ഞു. മോളിക്കുലാരിറ്റി ഒന്നാള് ഇപ്പൊ പറഞ്ഞു. മോളിക്കുലാരിറ്റി കേട്ടോ. ഓക്കെ, ഇപ്പൊ പറയൂ കേട്ടോ. മോളിക്കുലാരിറ്റി ഇത് എല്ലാവരും പറഞ്ഞ് തീർന്നേക്കാണ് കേട്ടോ. ഓക്കെ, ദെൻ ഗോകുല ഓർഗന വായിച്ച് പറഞ്ഞേ. വായിക്കാനല്ല, പറയാം. മോളിക്കുലാരിറ്റി ഇത്ര സമയം ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് കേട്ടില്ലേ? ആ ആ ആ എന്നിട്ട് simultaneously to form product കേട്ടോ. ഇതുപോലെ പോരാ, ഇത്രയും സമയം കേട്ടില്ലേ? അപ്പൊ അത് ഭയങ്കര നിങ്ങൾ പറഞ്ഞു നോക്കണം കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരാൾക്ക് ഒരു ചോദിക്കുമ്പോ അയാള് കൊള്ളാം നന്നായിട്ടൊക്കെ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. അങ്ങനെയല്ല, നമ്മൾ വായിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനുള്ള ഒരു അഗ്രസീവ് ആയിട്ടിരിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെയായി ക്ലിയർ ആയിട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ കാര്യമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് എത്ര സമയത്ത് ഇതിന് തൊട്ട് മുമ്പുള്ള കൺസെപ്റ്റ് ആണ് ആക്ച്വലി പറയുന്നത്. അത് കഴിഞ്ഞിട്ട് യൂണിറ്റ് ഓഫ് റേറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, അതിന്റെ ഇടയിൽ ഒരു ടോപ്പിക് ഉണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ അതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി എന്തായാലും കാണാതെ എഴുതിപ്പിക്കും കേട്ടോ. 4 പോയിന്റ് അല്ലേ? ഓക്കെ, ഓർത്ത് നോക്കാം. 4 പോയിന്റ് കാണാതെ എഴുതിപ്പിക്കും. ഓർഡർ എന്ത് വാല്യൂ ആണ്? എക്സ്പെരിമെന്റൽ വാല്യൂ. മറ്റേതെന്താ? തിയറട്ടിക്കൽ വാല്യൂ. ഓർഡർ 0 ആകാം, ഇൻറ്റീജേഴ്സ് ആകാം. മറ്റെന്താ? ഇറ്റ് കനോട്ട് ബി 0 ഓർ ഇൻറ്റീജേഴ്സ്. അടുത്ത പോയിന്റ് എലമെന്ററിക്കും കോംപ്ലക്സിനും പറ്റും ഓർഡർ. മറ്റേതെന്തായിരിക്കും? എലമെന്ററിക്ക് മാത്രമേ പറ്റുള്ളൂ. സ്ലോവർ സ്റ്റെപ്പ് ഇസ് ദ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ഇൻ കേസ് ഓഫ് ഓർഡർ. മറ്റേതിലെന്താ? ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരു 4 പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അത് ലാസ്റ്റ് ചോദിക്കാം കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് യൂണിറ്റ് ഓഫ് കെ കേട്ടോ. യൂണിറ്റ് ഓഫ് കെ ആണ് മോൾ 1 - n L n - 1 s raised to -1 കേട്ടോ. ഓക്കെ, ഇത് വെച്ചിട്ടാണ് യൂണിറ്റ് കണ്ടെത്താൻ പോകുന്നത് കേട്ടോ. ഓക്കെ, യൂണിറ്റ് കണ്ടെത്താൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ അവിടുന്ന് കേട്ടോ. ഓക്കെ, ഇപ്പൊ വന്ന ആൾ പറയാ, ഇത് സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ എന്ത് യൂണിറ്റ് ആയിരിക്കും? n = 2 കൊടുക്കണം. അപ്പൊ എന്തായിരിക്കും? മോൾ റേസ് ടു -1 2 ആണ്. 1 s raised to -1 ഉണ്ടോ? എസിന് മാറ്റം ഉണ്ടാവോ? ഇല്ല. ക്ലിയർ ആണോ?
ഓക്കെ അല്ലേ? അതിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ആള് പറ. ഇത് ഹാഫ് ഓർഡർ ആണ്. ഹാഫ് ഓർഡർ. വൺ മൈനസ് ഹാഫ്. അപ്പൊ എന്ത് കിട്ടും? 1 മൈനസ് ഹാഫ്. മൈനസ് 1 മൈനസ് ഹാഫ്. ഹാഫ് എത്ര? 0.5 അല്ലേ? അപ്പൊ എത്ര കിട്ടും? 0.5. ഹാഫ് പ്ലസ് ഹാഫ് എത്രയാ? 1. ശരിയല്ലേ? അപ്പൊ 1ൽ നിന്നൊരു ഹാഫ് പോയാൽ എന്ത് കിട്ടും? ഹാഫ്. ചെയ്താൽ നോക്കിയാൽ കിട്ടൂലേ? കുഴപ്പമുണ്ടോ? അങ്ങനെ ചോദിക്കും ഹാഫ് ഓർഡർ കേട്ടോ. അപ്പൊ എന്ത് വരും? ഇവിടെ കിട്ടുന്ന ഹാഫ് മോൾ റേസ് ടു ഹാഫ് കിട്ടും. ഇവിടെ ഹാഫ് മൈനസ് 1 മൈനസ് ഹാഫ് എസ് റേസ് ടു മൈനസ് 1 കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈസി ആയിട്ട് കിട്ടും. അതാണ് ഇവിടെ വരെയുള്ളത് കേട്ടോ. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് സീറോ ഓർഡർ, അതിന്റെ കെ ആണ്, അതിന്റെ ഡെറിവേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കെ ഈക്വൽ ടു R0 മൈനസ് R ഡിവൈഡഡ് ബൈ ടി കേട്ടോ. ഓർത്തു നോക്കി ഇക്വേഷൻ കാണാതെ പറയണം കേട്ടോ. അപ്പോ സീറോ ഓർഡർ ഉണ്ടാ കെയും ടി ഹാഫ്. ടി ഹാഫ് എന്താ? ഹാഫ് ലൈഫ് പീരീഡ്. ഹാഫ് ലൈഫ് പീരീഡിന്റെ മീനിങ് എന്താ? ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എങ്ങനെയായിരിക്കണം? ദ ടൈം റിക്വയർഡ് ടു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഇറ്റ് ബിക്കം ഹാഫ് അല്ലെ? അപ്പൊ ഓർത്ത് നോക്കുക R0 ഡിവൈഡ് ബൈ 2k. അതാണ് ഏതിൽ വരുന്നത്? സീറോ ഓർഡർ. സീറോ ഓർഡർ കഴിഞ്ഞാൽ പിന്നെ എന്താ? ഫസ്റ്റ് ഓർഡർ. നമുക്ക് ഓർത്ത് നോക്കുക ഓൾ നാച്ചുറൽ ഡീകേ ആയിട്ടുള്ള എല്ലാ പ്രോസസ്സും ഏത് ഓർഡറിലാണ് വരിക? ഫസ്റ്റ് ഓർഡർ കേട്ടോ. ഫസ്റ്റ് ഓർഡറിൽ k ഈക്വൽ ടു 2.303 ഡിവൈഡ് ബൈ ടി log R0 by R. Then അടുത്ത എന്തായിരിക്കും? ടി ഹാഫ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ k കേട്ടോ. ഓക്കെ, അപ്പോ ഈ ഇക്വേഷൻസ് ഇതിന്റെ ഡെറിവേഷൻ ഉണ്ട്. ഡെറിവേഷൻ ഇപ്പൊ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ലാസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മൾ ഡെറിവേഷൻ തന്നേക്കുന്ന ഓർമ്മയുണ്ടോ? ഒരു ടേബിൾ ആക്കിയിട്ട് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുന്ന രീതിയിലാണ് അല്ലെ? രണ്ടും കമ്പയർ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ചാപ്റ്ററിൽ ഡെറിവേഷൻ അങ്ങനെയല്ല ചോദിക്കുക. അവർ പറയും ടി 90% ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ കുറെ ക്വസ്റ്റൻസ് ഇതിലുണ്ട്, ഈ ബുക്കിലുണ്ട്. അതാണെന്ന് നമ്മൾ തുടങ്ങുന്നത് തന്നെ കേട്ടോ. ഓക്കെ, അപ്പൊ ആ ടൈപ്പ് ഓഫ് ഡെറിവേഷൻ ആണ് പഠിക്കേണ്ടത്. അതാണ് കൂടുതൽ വന്നേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ വരെ തീർന്നു. ഇത് കഴിഞ്ഞാൽ ടോപ്പിക് എന്താണ്? അതിന് മുമ്പ് ഒരു ആളുണ്ട്. എന്തായിരുന്നു? സ്യൂഡോ ഫസ്റ്റ് ഓർഡർ അല്ലെ? സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ സ്യൂഡോ എന്ന് പറഞ്ഞാൽ ഫോൾസ് ആണ്. ഫോൾസ് ഓർഡർ ആയിട്ടായിരിക്കും അത് ബിഹേവ് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, എന്തുകൊണ്ട്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. വൺ ഓഫ് ദ റിയാക്ടന്റ് എക്സസ് എന്തായിരിക്കും? വൺ ഓഫ് ദ റിയാക്ടന്റ് എക്സസ്. രണ്ട് എക്സാമ്പിൾ അതാണ് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത്. ആ എക്സാമ്പിൾ തരും, വന്നിട്ട് ഏത് ഓർഡർ ആണ്, വൈ, റീസൺ, ആ രീതിയിൽ ചോദിക്കാം. രണ്ട് എക്സാമ്പിൾ. ആദ്യത്തെ എക്സാമ്പിൾ ഹൈഡ്രോളിസിസ് ഓഫ് കെയിൻ ഷുഗർ അല്ലെ? കെയിൻ ഷുഗർ എന്താ? C12H22O11 പ്ലസ് H2O gives C6H12O6 പ്ലസ് C6H12O6. കണ്ടോ? അയാൾ ഹാൻഡ് ഉയർത്തി. കണ്ടോ? ഓർത്ത് വെക്കാം. ഇപ്പൊ കാണിച്ചില്ല ഇങ്ങനെ? ഓക്കെ, ഞാൻ ചോദിക്കൂ കേട്ടോ. ഓക്കെ, ഉണ്ടോ? അതാണ് പോസിറ്റീവ് സൈൻ. അപ്പൊ എന്തായിരുന്നു? C12H22O11 പ്ലസ് H2O അല്ലെ? പറയാൻ പറ്റുമല്ലോ. ഓക്കെ, രണ്ടാമത് ഇയാൾ പറഞ്ഞത് എന്തായിരുന്നു? പറഞ്ഞത് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. എസ്റ്റർ എന്തായിരുന്നു? CH3 എസ്റ്റർ കേട്ടോ. CH3COO C2H5 പ്ലസ് H2O gives എന്തൊക്കെ വരും? CH3COOH പ്ലസ് CH3CH2OH. അപ്പൊ എന്തൊക്കെ കിട്ടാ? എത്തനോയിക് ആസിഡ് ആൻഡ് എത്തനോൾ. എത്തനോയിക് ആസിഡ് ആൻഡ് എത്തനോൾ. ഈ രണ്ട് എക്സാമ്പിൾ കാണാതെ പഠിച്ചിരിക്കണം. ഈ രണ്ട് എക്സാമ്പിൾ കാണാതെ പഠിച്ചിരിക്കണം. ഇപ്പൊ ചോദിക്കും കേട്ടോ. ഓക്കെ, ബാക്കിൽ പറഞ്ഞു. ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ മതി. പറഞ്ഞു. ഗീവ്സ് തൊട്ട് ഫ്രണ്ടിലുള്ള ഒരെണ്ണം പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ എല്ലാവരോടും ചോദിക്കും കേട്ടോ. ഒന്നുകൂടി പറ. ആദ്യം മുതൽ തെറ്റിക്കഴിഞ്ഞാൽ ആദ്യം മുതൽ. C12H22O11 C6H12O6 plus C6H12O6. C12H22O11 plus H2O gives C6H. പറയില്ല. C6H12O6 അത് പഠിക്കാൻ എളുപ്പമല്ലേ? 6ന്റെ ഡബിൾ 12, അപ്പുറത്ത് 6 ഉണ്ട് അല്ലേ? ഓക്കെ, കിട്ടുമല്ലോ. ഓക്കെ, ദെൻ പറഞ്ഞു. ഏത് വേണമെങ്കിലും പറഞ്ഞാൽ ഒരെണ്ണം എനിക്ക് കിട്ടണം.
gives C12H10 into O11 plus H2 gives C6H12O6 plus C6H12O6. ഏതെങ്കിലും പറഞ്ഞു CH3COH CH5 plus water is CH3COH plus CH3OH. CH3CH2OH CH3COH C2H5 plus H2 gives CH3COH. OH. O11 plus H2O കേട്ടോ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നമ്മൾ പറഞ്ഞു മോളിക്കുലാരിറ്റി ഓർഡർ. ഇത് കഴിഞ്ഞാൽ വരുന്ന തിയറട്ടിക്കൽ ക്വസ്റ്റനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ് കേട്ടോ. അധികം തിയറട്ടിക്കൽ ആയിട്ടുള്ള ഏരിയാസ് ഒന്നും ഇല്ലാത്തൊരു ചാപ്റ്റർ ആണ്. പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. മാത്തമാറ്റിക്കൽ ട്രിക്സ് തന്നെയാണ്. കാരണം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഈ ബുക്ക് ഉണ്ട്, കാണിച്ചു തരാം. അതിൽ ഏറ്റവും കൂടുതൽ ആ മിഡിൽ ഏരിയ ആണ് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. മിഡിൽ ഏരിയ ഏതാ? ഇയാള് കണ്ടോ. ഇവർ രണ്ടുപേരുടെയും ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ കേട്ടോ. അതാണ് ഏറ്റവും കൂടുതൽ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചാപ്റ്റർ അരീനസ് ഇക്വേഷൻ. വാട്ട് യു മീൻ അരീനസ് ഇക്വേഷൻ? ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അരീനസ് ഇക്വേഷൻ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് കോൺസ്റ്റന്റ് ആൻഡ് ടെമ്പറേച്ചർ. റേറ്റ് കോൺസ്റ്റന്റ് ആൻഡ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് മാറും. ആ സയന്റിസ്റ്റ് എങ്ങനെയാണ് കണ്ടെത്തിയത്? ആ സയന്റിസ്റ്റ് എന്ത് ചെയ്തു? ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്തു. അങ്ങനെ 10 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്തപ്പോ റേറ്റ് കോൺസ്റ്റന്റ് ഡബിൾ ആയി. അത് ഓർത്തു വെക്കുക. ചിലപ്പോ പല വൺ വേർഡിലൊക്കെ കയറി വരും. അവന്മാര് ഡബിൾ ആക്കും ഉണ്ടോ. 10 ഡിഗ്രി കൂട്ടുമ്പോൾ എന്താ വേറൊരു ക്ലൂ ഒന്നും അത് തരില്ല. അപ്പൊ നമ്മള് നിയർ ബൈ വാല്യൂ ആയിട്ട് എടുക്കേണ്ടി വരും. ഡബിളിന്റെ നിയർ ബൈ വാല്യൂ ആയിട്ട് എടുക്കേണ്ടി വരും. അത് മനസ്സിലുണ്ടായേക്കണം കേട്ടോ. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് അരീനസ് ഇക്വേഷൻ ആണ് ഇത്. എന്തായിരുന്നു? K equal to AE raised to minus CA by RT. Then log K equal to log K2 by K1 is equal to ലാസ്റ്റ് ക്ലാസ്സിൽ ഇത് കാണാതെ എഴുതിയിട്ടല്ലേ വിട്ടത്. ഓക്കെ, വേഗം ഇപ്പൊ കാണാതെ എഴുതണം കേട്ടോ. ഓക്കെ. അരീനസ് ഇക്വേഷൻ റേറ്റ് കോൺസ്റ്റന്റ് K, ഇതും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ ആണ് കേട്ടോ. എല്ലാത്തിലും നോക്കിയേ, ഇതുണ്ടോ, ഇവിടെ K ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, ഇവര് തമ്മിലുള്ള റിലേഷൻ ആണ് കേട്ടോ. ഇവിടെ നോക്കിയേ, ഇവിടെ 2 ടെമ്പറേച്ചർ ഉണ്ട് കണ്ടോ. ഓക്കെ, ഒറ്റ അടിക്കുക കേട്ടോ. മുഴുവനും ഫുൾ ഇക്വേഷൻ എഴുതണം കേട്ടോ. ഓക്കെ, നോക്കില്ല ഓൺലൈനിൽ ഇരുന്ന് എഴുതണം കേട്ടോ. ഓക്കെ, അല്ലാതെ കണ്ടന്റ് നോക്കിയിട്ട് കാര്യമില്ല, വേഗം എഴുതണം കേട്ടോ. ന്യൂമറിക്കൽ പണ്ടൊക്കെ മര്യാദ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഡി ആൻഡ് എഫ് ജസ്റ്റ് നോക്കാം. ശരി, എഴുതണം കാണാതെ കേട്ടോ. കാണാതെ എഴുതണം കേട്ടോ. ഇൻഡിവിജ്വലി എഴുതി കഴിഞ്ഞ ആൾക്കാരെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. കഴിഞ്ഞു അല്ലേ? പോരാ കേട്ടോ, ഒരു മിനിറ്റ്. ഇതുപോലെ നമ്പർ ഇടണം കേട്ടോ. പ്രസന്റേഷൻ കേട്ടോ, വേറെ ഒന്നും ആയിട്ടില്ല. മെയിൻ എക്സാമിനായാലും നല്ലോണം പ്രസന്റേഷൻ ഒക്കെ ആക്കണം കേട്ടോ. ഇത് K2 എന്നല്ലേ?
ഓക്കെ അല്ലേ? 2.3 RT എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ അല്ലേ? എഴുതിയിരിക്കുന്ന കറക്റ്റ് കിട്ടണ്ടോ? പഠിക്കും കേട്ടോ. എല്ലാ ഇക്വേഷനും എഴുതണം കേട്ടോ. കുറെ പേര് അങ്ങനെ എഴുതി സെറ്റ് ചെയ്ത് ഒരാള് പ്രതിക്ക് ഗ്രൂപ്പിലിട്ടേക്കണുണ്ടല്ലേ കേട്ടോ. ഓക്കെ, അത് അയാൾ എഴുതി വീണ്ടും എഴുതുന്നുണ്ട്. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതങ്ങനെ സ്ട്രോങ് ആയ പിന്നെ ലാസ്റ്റത്തെ സമയത്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ മേക്കപ്പ് ചെയ്യാം. എഴുതി കഴിഞ്ഞോ? ഞാൻ കേട്ടോ കിട്ടണോട്ടാ. ലാസ്റ്റ് പോകുമ്പോ ഞാൻ ചോദിക്കും ഏതാ മാറിപ്പോണോ, ഏതാ മാറിപ്പോണോ. അതങ്ങടല്ലേ? അത് കണ്ടോ, അത് ഇങ്ങനെയാണ് ഓർത്തോണ്ട്. ഇവിടെ നോക്കി ഈ ഒരു ഇക്വേഷൻ പഠിച്ചോ ഉറപ്പല്ലേ? ഈ ഇവിടെ കൊടുത്ത് ഇ എ ആ അതുപോലെ ഈ മോളിലല്ലേ എപ്പോഴും RT ലോഗ് എടുക്കുമ്പോൾ EA ഉണ്ടോ? ഉണ്ടാവും. RT ഉണ്ടോ? എപ്പോഴും RT താഴെ ആയിരിക്കും. ഉണ്ടോ? ഓക്കെ, അങ്ങനെ ഓർത്ത് നോക്കാം. അവിടെ വരെ എഴുതല്ലേ? മറ്റേ കൂടി നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ അല്ല, അവിടെ കംപ്ലീറ്റ് ആയ ലാസ്റ്റത്തേക്ക് ഇഷ്ടം എന്താ എഴുതിക്കൊണ്ടിരിക്കുക? കിട്ടിയോ? ലാസ്റ്റത്തെ ആദ്യം എഴുതി. ആ ഓക്കെ, ഒരു റിസ്ക് എടുക്കണ്ടെന്ന് എഴുതി അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കുക, റിവിഷന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയാ, ഓരോ ചാപ്റ്ററിന്റെ കണ്ടന്റ് ക്ലിയർ ചെയ്യുക, പെട്ടെന്ന് അടുത്ത ചാപ്റ്ററിലേക്ക് പോകണം കേട്ടോ. ഓക്കെ, അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോൾ ഒരേ ഫ്രെയിമിൽ ഇപ്പൊ നിങ്ങളിപ്പോ ഒരു 5 ചാപ്റ്റർ പഠിച്ചോ അല്ലെങ്കിൽ 3 ചാപ്റ്റർ പഠിച്ചോ, ആ 3 ചാപ്റ്റേഴ്സ് തന്നെ വീണ്ടും ഒരു ദിവസം നോക്കണം. അത് കഴിഞ്ഞാൽ 5 നോക്കണം. അത് കഴിഞ്ഞാൽ ഉണ്ടോ അങ്ങനെ ഇൻക്രീസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അല്ലാതെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു ഇന്ന്, പണ്ടൊക്കെ ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. നിങ്ങൾ ഭയങ്കര ബ്രില്യൻ്റ് ആയതുകൊണ്ട് ചെയ്യൂലായിരിക്കും. ഫസ്റ്റ് ദിവസം പഠിക്കും, സെക്കൻഡ് പഠിക്കും, അങ്ങനെ 10 ദിവസം 10 ചാപ്റ്റർ തീർത്തു. ഭയങ്കര രസം. അത് കഴിഞ്ഞിട്ട് ഫിസിക്സും ഇതൊക്കെ പഠിച്ച് ഇങ്ങനെ ഓരോ ദിവസമായിരിക്കും വെക്കുന്നത്. അങ്ങനെ വെച്ച് ഒരു 30 days കഴിയുമ്പോഴേക്കും ആദ്യത്തെ ചാപ്റ്ററില്ലേ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. നോക്കുമ്പോൾ പുതിയതായിട്ട് വീണ്ടും എന്ത് ചെയ്യും? ഈ കഷ്ടപ്പാട് തന്നെ, ആദ്യം പഠിച്ച അതേ കഷ്ടപ്പാട് തന്നെ അവിടെ വീണ്ടും വരും. അത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് ആക്ച്വലി. അപ്പൊ നിങ്ങൾ ഫെഡപ്പ് ആവും. ഞാൻ പഠിച്ചതാണ്, എനിക്ക് കിട്ടിയില്ലല്ലോ. അത് ഇപ്പോഴല്ല, ഡിസംബർ ആകുമ്പോൾ തുടങ്ങും കേട്ടോ. ഓക്കെ, അത് വരരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, നല്ല ക്ലാരിറ്റിയിൽ 5 ചാപ്റ്റർ കിട്ടിയാൽ പോലും അത് ഭയങ്കര വേർത്ത്ഫുൾ ആയിരിക്കും. അടുത്ത ബാക്കി നോക്കേണ്ടി വരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പഠിച്ചതെന്ന് പോലും അറിയാത്തൊരു ഇത് വരരുത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. ഇതിലെ ബുക്ക് എടുക്കുക കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ക്ലാസ്സുകളിലും ഇത് കൊണ്ടുവരണം എന്ന്. കൊണ്ടുവന്നോ? ഇല്ലല്ലോ? ഓക്കെ, ദേവൻ ബുക്ക് കൊണ്ടുവരാത്തവർക്ക് എന്താ പണിഷ്മെന്റ് കൊടുക്കേണ്ടത് നമുക്ക്? ഇന്ന് ധൈര്യമായിട്ട് പറയാലോ. അടുത്ത ദിവസം മുതൽ കേട്ടോ ഞാൻ പണിഷ്മെന്റ് തരും. ഇമ്പോസിഷൻ എഴുതിപ്പിക്കും ബുക്ക് കൊണ്ടതില്ലെങ്കിൽ. ഏറ്റവും കുഞ്ഞു കാര്യമല്ലേ? നമ്മളുടെ തന്നിട്ടില്ലേ? തരാം, ഇപ്പൊ തരാം കേട്ടോ. ഇപ്പൊ തന്നെ എടുത്തരാം. കിട്ടിയിട്ടില്ലേ? ഉറപ്പാണോ? ആണോ? മറ്റേ ഇത് ഇത് കഴിഞ്ഞ പ്രാവശ്യം അവരുകൾ ഉപയോഗിച്ചേക്കുന്നതാണ്. അതിന്റെ പുറത്ത് വേറെ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ ഒരു പേരൊന്നും എഴുതി കേട്ടോ, വേഗം മാറിപ്പോലെ. ഏതാ ഏതാ ഏത്? അവിടെ ഇരിക്കണതോ? ഇല്ല, അതാവാൻ വഴിയില്ലല്ലോ. പേരെഴുതിയിട്ടുണ്ടോ?
നോക്കാം. അല്ല കുറെ എഴുതിയിട്ടുണ്ട്. താനാണോ പേര് എഴുതിയിട്ടുണ്ടോ? പേര് എഴുതിയിട്ടില്ല. എന്ത് പോയാ കാണാതെ? ഇത് കഴിഞ്ഞ വർഷം ഉപയോഗിച്ചിരിക്കുന്ന ആളുടെ ബുക്കാന്നാണ് എൻ്റെ ഓർമ്മ. ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ കേട്ടോ? കേട്ടോ, വേഗം പഠിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം കേട്ടോ. പേജ് നമ്പർ 53 എടുക്കുക കേട്ടോ. 53 ഇല്ല, അത് സൊല്യൂഷൻ ആണ്. ഒരു വേണ്ട 53 വേണ്ട. 47 കേട്ടോ. 47 പേജ് നമ്പർ 47. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ച ക്വസ്റ്റ്യൻ ടിക്ക് ചെയ്യുക. ഒരു പ്രാവശ്യം ടിക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ വായിച്ചു എന്നാണ്, പഠിത്തമല്ല. 3 ടൈമെങ്കിലും ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാ. എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നോക്കി, വീണ്ടും ഒരു പ്രാവശ്യം നോക്കി, മൂന്നാമത് ബാക്കിൽ ആൻസേഴ്സ് ഉണ്ട് പക്ഷെ അത് നോക്കാതെ എനിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ടിക്കാണ് കേട്ടോ. ഓക്കെ, അപ്പൊ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ബുക്ക് എടുക്കുക കേട്ടോ. കൊണ്ടുവന്നോ? അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, ക്രിസേ ബുക്ക് കൊണ്ടുവന്നോ? നെക്സ്റ്റ് ക്ലാസ്സിൽ കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, അതേ അച്ഛൻ പറയണത് അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവന്നില്ലെങ്കിൽ എല്ലാവർക്കും ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും എന്നാ പറയണേ കേട്ടോ. ഓക്കെ, അതുകൊണ്ട് അങ്ങനെയൊക്കെ പണിഷ്മെന്റ് തരും കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സന്തോഷമായിരിക്കും ബുക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ വെക്കും അല്ലേ അച്ഛൻ്റെ? അങ്ങനെയല്ലേ? കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ബുക്ക് കൊണ്ടുവരണം കേട്ടോ. എല്ലാ ക്ലാസ്സുകളിലും ഈ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് പോകാൻ പോവാ ഇനി കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്തായിരുന്നു പറഞ്ഞേ? റേറ്റ് അല്ലെ? റേറ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയേക്കുന്നത് നോക്കുക. N2 + 3H2 gives 2NH3. അതിന് എന്ത് ചെയ്യാൻ പറഞ്ഞേക്കുക അല്ലെ? N2 + 3H2 gives 2NH3. ഇതാണ് ക്വസ്റ്റ്യൻ. അതിലവർ പറഞ്ഞേക്കുന്ന നോക്കുക എങ്ങനെയായിരുന്നു? ഇൻ ടേംസ് ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ അല്ലെ? ഓർത്ത് നോക്കുക. എക്സ്പ്രസ് റേറ്റ് എങ്ങനെയായിരിക്കും? എക്സ്പ്രസ് റേറ്റ് എന്ന് വെച്ചാൽ ആദ്യ ഇക്വേഷൻ എഴുതണം. റേറ്റ് ഈക്വൽ ടു ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. അത് കഴിഞ്ഞിട്ട് NH3 വ്യൂവിൽ മാത്രം എഴുതാൻ പറഞ്ഞേക്കുന്നേ, പക്ഷെ മുഴുവൻ എഴുതാൻ പറ്റുമെങ്കിൽ അത് എഴുതാം. എന്തായിരുന്നു? എങ്ങനെ എഴുതും? മൈനസ് ഡെൽറ്റ N2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി അല്ലെ? ഓർ അല്ലെങ്കിൽ ഈക്വൽ ടു എന്ത് വരും? ഈ 3 വന്നാൽ എന്ത് ചെയ്യണം? 1/3 മൈനസ് 1/3 ഡെൽറ്റ H2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു ഈ 2 ആണ് അല്ലെ? 2 എങ്ങനെ എഴുതണം? 1/2 കേട്ടോ. ശ്രദ്ധിക്കുക കേട്ടോ, കെമിക്കൽ കൈനറ്റിക്സ് ആണ്. 1/2 ഡെൽറ്റ NH3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി കേട്ടോ. ഓക്കെ, ഇതാണ് ആൻസർ കേട്ടോ. ഇതാണ് ആൻസർ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ ഇത് ഈ ടേമിൽ മാത്രം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് മാത്രം എഴുതിയാലും ആൻസർ കിട്ടും കേട്ടോ. ഇൻ ടേംസ് ഓഫ് അമോണിയ. അപ്പൊ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യുക ഈ രീതി. അപ്പൊ ആ ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇതിന്റെ ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് 1, 2, 3 ചെയ്യാം ഓരോ ടോപ്പിക്കിൽ നിന്നും. ഇനി ആ ടോപ്പിക് നോക്കി അറിയാം, ഭയങ്കരമായിട്ട് റിപ്പീറ്റേഷനോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇയർ ഒന്നും വരുന്നില്ല കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2 മാർക്കിലാണ് 2020 വന്നേക്കുന്നത്. 2020 in the given reaction A + 3B gives 2C, the rate of formation of C എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ ഒന്നു. കാൽക്കുലേറ്റ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് B. ഇതാണ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ കണ്ടോ? ടിക്ക് ചെയ്യണം കേട്ടോ, ടിക്ക് ചെയ്യണം. തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയതാണ് എന്ന് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ടാ. എങ്ങനെ എഴുതും ഒന്ന് പറഞ്ഞേ? എല്ലാവരും എഴുതാം. ആൻസർ എഴുതാം. ബുക്ക് ആരുമില്ല? 2 രൂപ 2 ബുക്കില്ലേ? പറഞ്ഞോളൂ കേട്ടോ, അത് തിരിച്ചു വാങ്ങിച്ചേക്കണം. ബുക്കില്ല, ഞാൻ വട്ടിയെടുത്തുന്നല്ല അടിയും. അവിടെ ആർക്കുമില്ല, അവിടെ ഉണ്ട്. Third question.
ഈ ക്വസ്റ്റ്യൻ അതേ ഫോർമാറ്റ് ആണ്. എന്താണ് വ്യത്യാസം? അവിടെ സിയുടെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ? ഓക്കെ, എന്ന് പറഞ്ഞ ഇത് എ ബി സി അതുപോലെയാണെങ്കിൽ ആ സിയുടെ വാല്യൂ തന്നു, റേറ്റ് കിട്ടിയോ? കിട്ടൂലേ? റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് കണക്ട് ചെയ്തൂടെ? കിട്ടിയ ആൻസറാ? എങ്ങനെ അപ്ലൈ ചെയ്യുന്നെങ്കിലും നോക്കണമല്ലോ. ആദ്യം ഇക്വേഷൻ എടുത്ത് എഴുതാം കേട്ടോ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതല്ല ആ ഇക്വേഷൻ ക്വസ്റ്റ്യൻ കാണണം. അത് കണ്ടോ, ഇതുപോലെ എഴുതണം. a + 3b = 2c അല്ലേ? ഓക്കെ, അവർ തന്നേക്കുന്നത് സി ആണ് തന്നേക്കുന്നത്. ഇതുപോലെ എഴുതണം. ഈ സംഭവം എഴുതണം കേട്ടോ. ഇതാണ് കാണേണ്ടത്. ക്വസ്റ്റ്യൻ കണ്ട ആദ്യത്തെ ഫോർമാറ്റ് ഇതാണ്. ഇത് എഴുതണുണ്ടോ എന്ന് നോക്കണതാണ്. അപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഒരേ ഫോർമാറ്റ് ആവും, നമുക്ക് പേടിയുണ്ടാവില്ല വരുന്നത്. നമ്മൾ നേരെ ചിലപ്പോൾ ഡയറക്റ്റ് ആൻസറിലേക്ക് എഴുതിയെന്ന് കരുതാം. അവിടെ എറർ വന്നു കഴിഞ്ഞാലും മാർക്ക് പോകും കേട്ടോ. ഓക്കെ, ഫോർമാറ്റ് ഒരേപോലെ ആക്കും. എന്നിട്ട് ഇതിൽ കൊടുത്തിട്ട് മറ്റേലേക്ക് കാണും. ഇല്ല, ബിയുടെ മാത്രം കണ്ടെത്തണം. അതല്ലേ ചോദിക്കുന്നത്? ആ റേറ്റിന്റെ കണ്ടെത്തണം. റേറ്റ് ഈക്വൽ ടു ഒരെണ്ണം കിട്ടും. അത് കിട്ടി അല്ലേ? ഓക്കെ, 5 × 10⁻². ഓക്കെ, അടുത്ത് ബിയുടെ കണ്ടെത്തണം കേട്ടോ. അതിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതേപോലെ എഴുതണം എല്ലാം. അത് ബിയുടെ എന്താണോ അത് കണ്ടെത്തണം. ഡെൽറ്റ ബി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ഇല്ലേ, അത് എത്രയാണ് ആൻസർ? ഇതുപോലെ എഴുതണം ആദ്യം, വേറെ ഒന്നും നോക്കണ്ടത്. ഇതുപോലെ എഴുതാൻ എന്നുള്ളതാണ് ആദ്യത്തെ ഡ്യൂട്ടി. എഴുതിയില്ലേ മോനെ? റൈറ്റാ. ഇനി എന്ത് ചെയ്യണം? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആരെയാ തന്നേക്കുന്നേ? അത് എന്തിന്റെയാ തന്നേക്കുന്നേ നോക്കുക. ആണോ? ശരിക്കും നോക്കുക. എ ആണെന്നാണോ അവർ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റനിൽ നോക്കിയേ. സിയിൽ അത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. ഇതുപോലെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എങ്ങനെ കിട്ടി? അതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ പറഞ്ഞാന്ന് ചെയ്യൂലേ? അപ്പൊ ഉണ്ടോ? ഈ N2 പകരം അവിടെ എ ആണ്. അപ്പൊ എന്ത് ചെയ്യും? റേറ്റ് ഈക്വൽ ടു എ അതുപോലെ കൊടുക്കുക കേട്ടോ. ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. അതുപോലെ എഴുതുക. ഞാൻ പറഞ്ഞുതരാം. മൈനസും പ്ലസും ഒന്നുമില്ല. മൈനസ് എന്ന് പറഞ്ഞാൽ കുറയുന്നു എന്നാണ് അർത്ഥം. റേറ്റ് ഓൾവേസ് പോസിറ്റീവ്. അപ്പൊ അതിന് വേറെ റിലവൻസേ ഇല്ല കേട്ടോ. ഓക്കെ, അത് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞ ആദ്യം. ശരിയാ. പ്ലസ് ചേർത്താലും മൈനസ് ചേർത്താലും കുഴപ്പമില്ല. അത് റിയാക്ടൻസ് കുറയുന്നു എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. ഓക്കെ, ഇല്ല അതെ ഇവിടെ എന്താ 3 അല്ലേ? ഇവിടെ 5 ആണെങ്കിൽ 1/5 കണ്ടോ. ഓക്കെ, ഇവിടെ 3 ആയതുകൊണ്ടല്ലേ 1/3 ആയത്. ഇവിടെ 7 ആയിരുന്നു വെച്ചെങ്കിൽ എന്ത് കൊടുക്കും? ഇവിടെ എന്തായിരുന്നു നോക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ എന്തായിരുന്നത്? 3 ആണോ അവിടെ കൊടുത്തേക്കുന്നത്? 3 ആണെങ്കിൽ 1/3. ക്വസ്റ്റൻ എന്തായിരുന്നു? അങ്ങനെ എഴുതും ഫോർമുല. അത് മൈനസ് കുഴപ്പമില്ല. മൈനസ് എന്ന് പറയുന്നത് ഡിക്രീസിങ് എന്നാണ് അതിന്റെ മീനിങ്. അത്രേ ഉള്ളൂ കേട്ടോ. ആൻസർ കിട്ടി അല്ലേ? ഓക്കെ, അങ്ങനെ എഴുതാം. ഡെൽറ്റ എക്കൊക്കെ ബോക്സ് ഇട്. ടീന്റെ വാല്യൂ തന്നിട്ടുണ്ടോ അവര്? അപ്പൊ ടീന്റെ വാല്യൂ ആവശ്യമില്ല. ഞാൻ പറഞ്ഞുതരാം. എന്ന് പറഞ്ഞ ഡിക്രീസിങ് കോൺസെൻട്രേഷൻ എന്നാണ് അതിന്റെ അർത്ഥം. മൈനസ് ഇട്ട് തന്നെ എഴുതണം. റിയാക്ടന്റിന്റെ സൈഡോടെ മൈനസ് ഇടണം, മറ്റേത് പ്രോഡക്റ്റ് ഇടണം. പക്ഷെ റേറ്റ് എഴുതി കഴിഞ്ഞാൽ എന്ത് എഴുതണം? പോസിറ്റീവ്. അല്ല, റേറ്റ് അതിന്റെ വാല്യൂ ഇടുമ്പോൾ പോസിറ്റീവ് എഴുതാം കേട്ടോ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് ഞാൻ പറയാം. അത്രയും പേര് എഴുതിയല്ലോ. കിട്ടിയ ആൻസർ ഞാൻ ഇപ്പൊ എഴുതാം. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആ ക്വസ്റ്റ്യനിൽ എഴുതിയ ക്വസ്റ്റ്യൻ ഏതാന്ന് മനസ്സിലായോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഞാൻ ചെയ്യുന്നു, കൊള്ളാം. അതുപോലെ അല്ലേ?
അതേ ഫോർമാറ്റിലാണ്, സെയിം വ്യത്യാസമൊന്നും ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ ശ്രദ്ധിക്കുക, ആ ഫോർമാറ്റ് പറയുന്നത് ശ്രദ്ധിക്കുക. പല ആൾക്കാരും നേരെ ആൻസറിലേക്ക് കണ്ടെത്തുന്നതുണ്ട്, അതൊരിക്കലും ചെയ്യരുത്. എനിക്ക് ആൻസർ കിട്ടുന്നതോ കിട്ടാത്തതോ എനിക്ക് ഇഷ്യൂ അല്ല, അത് ഒരു ക്വസ്റ്റിന് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റും. അത് തെറ്റാനുള്ള പരിപാടി അവർ ചെയ്യും. അപ്പൊ ശ്രദ്ധിക്കുക, A+ എന്തായിരുന്നു 3B എന്ന് പറഞ്ഞേക്കാം കേട്ടോ. A+ 3B gives 2C, ഇതാണ് തരുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആദ്യത്തെ ടോപ്പിക് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ, റേറ്റ് അല്ലെ, റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, കോൺസ്റ്റന്റോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ റേറ്റ് ലോന്റെ ഇക്വേഷൻ എന്തായിരുന്നു? റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഓർ ഡെൽറ്റ പി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. അത് എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞു റിയാക്ടന്റ് ഡിക്രീസ് ചെയ്യുന്നു, പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. റേറ്റ് ഓൾവേസ് പോസിറ്റീവ്, റേറ്റ് ഓൾവേസ് പോസിറ്റീവ്, അല്ലെങ്കിൽ അത് തെറ്റിപ്പോവും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇത് കണ്ടാൽ ഇങ്ങനെ ആദ്യം എഴുതണം. ഈ ഫോർമാറ്റ് എന്തായാലും എഴുതിയേക്കണം. അവര് ക്വസ്റ്റ്യൻ ഒന്നും നോക്കണ്ട, നിങ്ങൾ ഈ കറക്റ്റ് ആയിട്ട് എന്തായിരിക്കണം? മൈനസ് ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു 1/3 ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു എന്തായിരിക്കണം? 1/2 ഡെൽറ്റ സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ക്രിസേ, എന്തുകൊണ്ടാണ് ഈ 3 വന്നത്? സ്റ്റോഷിയോമെട്രി 1/3 ആയിട്ട് കേട്ടോ. ഈ 2 വന്നത് കാരണം എന്താ? സ്റ്റോഷിയോമെട്രി. അപ്പൊ ഇത് കണ്ട ഇങ്ങനെ എഴുതണം. എവിടെ? ഇതും റിയാക്ടന്റ് നെഗറ്റീവ് കൊടുക്കണം കേട്ടോ. ഓർത്ത് വെക്കാം, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ നിങ്ങൾ നെഗറ്റീവ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് എഴുതുമ്പോൾ ഫോർമാറ്റില് നെഗറ്റീവ് കൊടുക്കുക, അടുത്തത് അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ എന്ത് കൊടുക്കണ്ട. കാരണം ഇത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഒരു 10 ഗ്രാം പേപ്പർ ഉണ്ട്, പേപ്പർ കത്തിച്ചു, അപ്പൊ എത്രയായിട്ട് 8 ഗ്രാം ആയി. എത്രയാ ഡിഫറൻസ്? എത്രയാ ഡിഫറൻസ്? ഡിഫറൻസ് പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ്. അപ്പൊ എന്ത് വരും? 8 മൈനസ് 10 ഡിവൈഡഡ് ബൈ അല്ലെ ഡെൽറ്റ ടി. ആ രീതിയിലാണ് വരുന്നത്. അപ്പൊ 8 മൈനസ് 10 ചേർത്താൽ എത്ര കിട്ടും? -2. -2ഉം ഈ മൈനസും കൂടി ചേർന്നാൽ എന്താവും? പ്ലസ്. റേറ്റ് ഒരിക്കലും എന്താവില്ല? നെഗറ്റീവ് ആവില്ല. റേറ്റ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല, റേറ്റ് ഓൾവേസ് പോസിറ്റീവ്. അതിന് പകരം ഞാൻ പറയാണ് 2 ഡിക്രീസ് ചെയ്തു. അപ്പൊ തന്നെ ഒരാളോ 2 ഡിക്രീസ് ചെയ്തു എന്നാ -2 അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. മിക്കവും അവർ തരുന്നത് 7 ഡിക്രീസ് ചെയ്തു, 5 ഡിക്രീസ് ചെയ്തു. അപ്പൊ ആ 5 വാല്യൂ ഇവിടെ കൊടുക്കുക, എന്നിട്ട് മൈനസും കൂടി കൊടുക്കും. അങ്ങനെ ചെയ്യരുത്, അത് ആണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, ഇതിൽ ആരുടെ വാല്യൂ ആണ് തന്നേക്കുന്നത്? ക്വസ്റ്റ്യനില് എന്തായിരുന്നു? സിയുടെ വാല്യൂ. സിയുടെ എന്താ തന്നേക്കുന്നത്? ഇവര് പറഞ്ഞേക്കുന്നത് 10⁻⁻⁻. അത് എന്താ പറഞ്ഞേക്കുന്നത്? റേറ്റ് എന്നല്ലേ പറഞ്ഞേക്കുന്നത് അല്ലെ? റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് സി. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് സി എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൊത്തം വാല്യൂ ആണത്. ശ്രദ്ധിക്കാം, ഏതാ? 1/2 ഉണ്ട്. ഈ 1/2 അല്ല, ഈ 1/2 ഉണ്ട്. ഈ ഇതിന്റെ വാല്യൂ ആണ് തന്നേക്കുന്നത് ഫുൾ, അല്ലാതെ ഇത് മൊത്തം അല്ല. മനസ്സിലായ? അത് മൊത്തം അല്ല, അതാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. അത് നോക്കാം. അപ്പൊ റേറ്റ് ഓഫ് പറഞ്ഞേക്കുന്ന ഒന്ന് പറഞ്ഞേ, റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് സി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്, ഇത് മാത്രം. അങ്ങനെ ആവുമ്പോ ഇതിന്റെ വാല്യൂ ഓൾറെഡി തന്നു. ഇനി ഏതാണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? ഇനി ക്വസ്റ്റ്യൻ നോക്കുക, റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? റേറ്റ് ഈക്വൽ ടു, ശ്രദ്ധിക്കാട്ടോ, ഈ ഫോർമാറ്റ് നിർത്തിയിട്ട് റേറ്റ് ഈക്വൽ ടു 1/2 ഇൻറ്റു ആ തന്നേക്കുന്ന വാല്യൂ പറഞ്ഞേ 2.5 ഇൻറ്റു 10⁻⁻⁻4 കേട്ടോ. ഓക്കെ, ഇൻറ്റു 10⁻⁻4 എത്രയായിരിക്കും ആൻസർ? ഇപ്പൊ ഇവിടെ നിങ്ങൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഇത്രയും വരെ എഴുതി കഴിഞ്ഞാൽ പിന്നെ അതും ചെയ്ത് പെട്ടെന്ന് സമയം കളയണ്ട, നേരെ ബാക്കിൽ പോവാ, ഇതിന്റെ ആൻസർ കീ ഉണ്ടാവും. ടൈം കളയരുത്, സമയം വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാ, അല്ലെങ്കിൽ കുറെ ടൈം എടുക്കും. നിങ്ങൾ ഒരു ചാപ്റ്റർ ഒക്കെ എടുക്കുമ്പോൾ നേരെ ബാക്കിൽ ആൻസർ ഉണ്ട് അതിന്റെ കേട്ടോ. ബാക്കിലെടുത്ത് അറിയാലോ, ബാക്കിൽ പോയിട്ട് ആൻസർ കീ ഡീറ്റെയിൽ ആണ്, അവിടെ ആൻസർ കീ ഉണ്ടാവും, അതിന്റെ ആൻസർ അങ്ങ് നോക്കുക, അവിടെ പരിപാടി തീർന്നു. അടുത്ത ടൈപ്പ് എന്തായിരിക്കും? അടുത്ത ടൈപ്പ് നോക്കിയേ, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എന്തായിരുന്നു? ബി. ഇവിടെ ശ്രദ്ധിച്ചേ, ഏതാ ക്വസ്റ്റ്യൻ മാർക്ക്? ഇതിൽ നോക്കുക കണ്ടോ, എല്ലാം ഞാൻ ചെയ്യുന്നത് ഇതിലല്ലേ. ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ, ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്, ഇതാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ റേറ്റ് ഇവിടെ കിട്ടിയില്ലേ? റേറ്റിന്റെ ആൻസർ ഇത് കിട്ടി. ഓക്കെ, റേറ്റിന്റെ ആൻസർ ഇവിടെ കിട്ടി. ഇനി എന്താ വേണ്ടേ? റേറ്റ് ഓഫ് അല്ലെ ഡിക്രീസിങ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ് വേണ്ടത്. ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. റേറ്റ് ഓൾറെഡി കിട്ടി. ഇനി എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്?
റേറ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞേ 1/3 ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. Therefore, ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു എന്ത് വരും? കണ്ടോ, ഇവിടെ വെച്ച് ഞാൻ നെഗറ്റീവ് ഒക്കെ കളഞ്ഞു. കണ്ടോ, ഈ 3 പ്രത്യേകം കൊടുക്കും അല്ലെ. അപ്പൊ എന്ത് വരും? 3 ഇൻറ്റു റേറ്റ്. റേറ്റിന്റെ വാല്യൂ എത്രയായിരുന്നു എഴുതിയത്? ഇപ്പോ ഇതല്ലേ റേറ്റ്, റേറ്റ് ഇതല്ലേ, ഇതിന്റെ വാല്യൂ ഒക്കെ ചെയ്ത് നോക്കുക അല്ലെ. അപ്പൊ എന്ത് വരും? 3 ഇൻറ്റു 1/2 ഇൻറ്റു 2.5 ഇൻറ്റു 10⁻⁻⁴. ഉണ്ടോ? ഓക്കെ, ഇത്രേ ഉള്ളൂ പരിപാടി. ഏതാ? ഇതാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഇതിന്റെ ആൻസർ ആണ് റേറ്റ് ഓഫ് റിയാക്ഷൻ. അത് അവിടെ കിട്ടിക്കഴിഞ്ഞു. അത് കണ്ടോ, ഇവിടെ കൊടുത്തു. കണ്ടെത്താൻ പറഞ്ഞേക്കുന്നത് എന്താ? ബി, റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ബി. ബി എന്ന് പറയുമ്പോൾ ഇത് എടുക്കരുത്. കണ്ടോ? ഓക്കെ, അപ്പോ ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, അതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. കണ്ടോ, ഇവിടെ ഇട്ടേക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പോ ഈ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ ഇപ്പൊ എല്ലാം പഠിക്കാൻ നോക്കുക. അപ്പൊ ഗിവൺ ആയിട്ട് തന്നേക്കുന്നത് ഏതായിരുന്നു? ഡെൽറ്റ സി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. അതിന്റെ വാല്യൂ തന്നു. അത് കഴിഞ്ഞിട്ട് അവർ റേറ്റ് ചോദിച്ചു. അപ്പൊ ഞാൻ എന്ത് കണ്ടോ, ഈ ഇക്വേഷൻ ടു ദിസ് അല്ലെ, എല്ലാം ഈക്വൽ അല്ലേ, അതാണ് ചെയ്തത്. റേറ്റ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇവിടെ തന്നേക്കുന്ന വാല്യൂ. കണ്ടോ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, റേറ്റ് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? അപ്പൊ റേറ്റ് കണ്ടെത്തി. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ അവർ പറഞ്ഞത് എന്തായിരുന്നു? ഇതാണ് കണ്ടെത്തേണ്ടത്. ഈ ഒരു ഏരിയ, ഈ മൊത്തം ഏരിയ ആണ് കണ്ടെത്തേണ്ടത്. ഉണ്ടോ? ഓക്കെ, അപ്പോ റേറ്റ് ഈക്വൽ ടു, റേറ്റ് ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. റേറ്റ് ഈക്വൽ ടു 1/3 ഡെൽറ്റ ബി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഉണ്ടോ? ഓക്കെ, അപ്പൊ ഡെൽറ്റ ബി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി, അതാണ് എന്താ ഫോർമേഷൻ ഓഫ് അല്ലെ ആ ബി എന്ന് പറഞ്ഞു വെച്ചേക്കുന്നത്. 3 ഇൻറ്റു റേറ്റ്. ഉണ്ടോ? 3 റേറ്റിന്റെ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആൻസർ കിട്ടി. ചോദിച്ചു റിയാക്ടന്റ് കുറഞ്ഞുകൊണ്ടിരിക്കും, പ്രൊഡക്റ്റ് കേട്ടോ. കിട്ടിയോ? ഓക്കെ ആണോ? കേട്ടോ. അപ്പൊ ആദ്യത്തെ ടൈപ്പ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതില് നിങ്ങൾക്ക് എത്ര ഇക്വേഷൻ എഴുതിയോ അത്രയും ടൈപ്പ് ഉള്ളൂ ക്വസ്റ്റ്യൻ. പിന്നെ വരുന്ന തിയറി എന്ന് പറയുന്നത് വളരെ കാൽക്കുലേറ്റഡ് ആണ്. അത് നല്ല എക്സ്ട്രാ സ്ട്രോങ് ആയിട്ട് പഠിക്കാം. എക്സ്ട്രാ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് ആ ഇക്വേഷൻ കിട്ടണം, അതിന് ക്വസ്റ്റ്യൻസ് കിട്ടണം കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ റേറ്റ് ഈക്വൽ ടു ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, അതിനോടൊപ്പം എനിക്ക് 2 ഇക്വേഷൻ അറിയാം എന്ന് പറഞ്ഞിട്ട് ഈ ഇക്വേഷൻ കിട്ടണം. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ N2 + 3H2 പറഞ്ഞത് അത് ഇങ്ങനെ ലോക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടാൻ പറ്റണം 2 ക്വസ്റ്റ്യനെങ്കിലും കിട്ടണം. ഒരു ടോപ്പിക്കിൽ നിന്ന് 1, 2, 3 ക്വസ്റ്റ്യൻസ് എങ്കിലും പറയാൻ പറ്റണം. അതർവൈസ് അത് എന്താണ്, മാർക്കിലേക്ക് കൺവേർട്ടബിൾ അല്ല. കണ്ടന്റ് ഉണ്ട്, മാർക്കായിട്ടില്ല. അപ്പൊ അതുപോലെ ആയിരിക്കണം. അടുത്ത ഹെഡിങ്ങിലേക്ക് വരാം, അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. എന്റെ ബുക്ക് അയാളുടെയിലാണ്. ഒരു മിനിറ്റ്, ഞാൻ വേറെ കൂടി കിട്ടും. പേജ് നമ്പർ എത്രയായിരുന്നു ചെയ്തത്? ക്വസ്റ്റ്യൻ നമ്പർ 10 എടുത്തേ കേട്ടോ. നമ്മൾ മാത്തമാറ്റിക്കൽ ടൈപ്പ് ആയിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ളതും എല്ലാമാണ് വേഗം നോക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10 വേഗം പറഞ്ഞേ. ഓർഡർ ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, ക്രിസ് ഓക്കെ ആണോ? ഓർഡർ 1/2 പ്ലസ് എന്ത് വരും 2.
1/2 പ്ലസ് 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 5/2 അല്ലെ? 2.5. എളുപ്പമല്ലേ? അടുത്ത വരും തൊട്ട് താഴെ 11. ടിക്ക് ചെയ്യണം കേട്ടോ. 11 എന്തായിരിക്കും? മോളിക്കുലാരിറ്റി ആണെങ്കിൽ എന്തായിരിക്കും? മോളിക്കുലാരിറ്റി ആണെങ്കിൽ 10 അല്ലേ ക്വസ്റ്റ്യൻ നമ്പർ? ക്വസ്റ്റ്യൻ നമ്പർ 10ന്റെ മോളിക്കുലാരിറ്റി എത്രയാണ്? 2. എയുടെ ഫ്രണ്ടില് 1ഉം ബിയുടെ ഫ്രണ്ടില് 1ഉം. അപ്പൊ എന്തായിരിക്കും? 2 കേട്ടോ. ഓക്കെ, ഓർത്ത് നോക്കാം. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ റിയാക്ടന്റിന്റെ കോയിഫിഷ്യന്റ് ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11. S⁻⁻1 വന്നാൽ എന്തായിരിക്കും? ഫസ്റ്റ് ഓർഡർ. നമ്മുടെ ആ ഇക്വേഷനിലേക്ക് നോക്കുക. ഇക്വേഷനിൽ നോക്കുമ്പോ L⁻² എന്ത് വന്നു? L⁻n−1 ആണ്. അപ്പോ എല്ലിന്റെ മുകളിൽ എന്താണോ അത് വെച്ച് ചെയ്യുന്നതാണ് എളുപ്പം. അപ്പൊ n-1 = 0 അല്ലെ? അങ്ങനെ കൊടുക്കുക. n-1 = 0, n = 1 ഉണ്ടോ? ഓക്കെ, അങ്ങനെ കണ്ടെത്താൻ നോക്കുക കേട്ടോ. അപ്പൊ യൂണിറ്റ് തന്നു കഴിഞ്ഞാൽ അതിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. ബാക്കിയൊക്കെ ഡെഫിനിഷൻസുകളാണ് പിന്നെ വന്നേക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഈ ക്വസ്റ്റ്യനിൽ വരുന്നത് ഈ ടൈപ്പിൽ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ 4.3 കേട്ടോ. 4.3 എടുത്തേ. 4.3 എവിടെ നിന്ന് തൊട്ട് എവിടെയും വരെ ഉണ്ട് നോക്ക്. 4.3 എവിടെ നിന്ന് തൊട്ട് എവിടെയും വരെ ഉണ്ട് നോക്കുക ഉണ്ടോ? ഓക്കെ, ഇതില് ശ്രദ്ധിച്ചറിയാം ഇവിടം വരെ അല്ലെ? അടുത്ത പേജ് വരെ ഉണ്ട്. അപ്പൊ അതിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ടൈപ്പിൽ വരുമ്പോ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന അതാണ് കേട്ടോ. അല്ലാതെയും വേറെ ഉണ്ട്, അതിന്റെ ഇടയിൽ വേറെ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇതില് ഡെറിവേഷൻ പോലെയുള്ളത് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിലാണ് അച്ചിന്ത എന്ന് പറഞ്ഞു ഡെറിവേഷൻ പോലെയുള്ളത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. 39 ക്വസ്റ്റ്യൻ നമ്പർ 39 അത് നമ്മൾ ചെയ്തതാണ് അല്ലെ? ഓക്കെ, 39 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞേക്കുന്നതാണ്. അതുപോലെ തന്നെ വേറെ 44 ചെയ്തു. 3 മാർക്കിന്റെ 2020 ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 44 കേട്ടോ, എല്ലാവരും ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 44 നോക്കണം കേട്ടോ. അയാൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 44 ആ ചെയറേ ഫ്രണ്ടിലേക്ക് കയറ്റി കുറച്ച് കേട്ടോ. ഓക്കെ, കുറച്ച് കയറ്റിയിട്ടാൽ മതി, അപ്പൊ ഏകദേശം കാണാൻ പറ്റും കേട്ടോ. എന്നിട്ട് ആ 3 പേരും കൂടി നോക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അല്ലെ നമ്മള് ഏത് ഇക്വേഷൻ ആണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ഓർഡർ ഏതൊക്കെ ഇക്വേഷൻ യൂസ് ചെയ്യണം? K = 2.303 / T log R0/R. ഇനി ഹാഫ് ലൈഫ് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ കൂടി യൂസ് ചെയ്യാം. T⁻² = 0.693 / K അല്ലേ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിച്ചു വെക്കണം കേട്ടോ. ഇവിടെ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്, ഒന്ന് ശ്രദ്ധിച്ചറിയാം. 40% കംപ്ലീറ്റ്. റിയാക്ഷൻ 40% കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ടാവും? അതിന്റെ ഐഡിയ മനസ്സിലായോ? 40% ഡീകമ്പോസിഷൻ ആയി, കംപ്ലീറ്റ് ആയി, അപ്പോ ബാക്കി എത്രയുണ്ടാവും? അങ്ങനെ ആലോചിക്കണം കേട്ടോ. ഓക്കെ, അതെന്തായിരിക്കും? ഹാഡ് 40% അങ്ങനെ പറയും കേട്ടോ. അല്ലെങ്കിൽ
എക്സിസ്റ്റ് ഇൻ 40%, അങ്ങനെ പറയണം. ഇത് അവർ പറയണം 40% റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ബാക്കി എത്രയായിരിക്കും? 60. കേട്ടോ? ഓക്കെ, കിട്ടിയ ആൻസർ നോക്കിക്കോ. ആൻസർ കറക്റ്റ് ആണോ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ എത്രയായിരുന്നു? കെ സെയിം ആയിരിക്കും. അത് തന്നെ അങ്ങനെ ചെയ്തിട്ടാണ്. പക്ഷെ കെ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി കെ കണ്ടെത്തുക ഫസ്റ്റ്. കേട്ടോ? ഓക്കെ, കെ കിട്ടിയോ? ആദ്യം 40% 80 മിനിറ്റ് അല്ലേ? അപ്പൊ R0 എത്ര എടുത്തു? 100. 40% കംപ്ലീറ്റ് ആണ്. അപ്പൊ എത്രയായിരിക്കും? R0 100 ആണ്. R എത്രയായിരിക്കും? ഇത് 80 മിനിറ്റ് ആണ്. മിനിറ്റ് എവിടെയാ? ടൈമിന്റെ എവിടെ അല്ലേ? ഇത് 16 ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ റൈറ്റാ. ഞാൻ 8 പോലെ തോന്നി. ഓക്കെ, പിന്നെന്താ ഈ 8 ഇങ്ങോട്ട് ചാടി വന്ന്? ആ എന്തായാലും പറ. 6 എന്ന് പറഞ്ഞാൽ 40 ആണോ? R0 ഉണ്ട്, R ഉണ്ട്. R0 എന്തായിരിക്കും? R0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. എത്രയായിരിക്കും? ഞാൻ ചോദിക്കട്ടെ, ഒരു ജ്യൂസ് ഇവിടെ വെച്ചു, എന്നിട്ട് ഞാൻ പറയാണ് 50% കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് എന്ത് മനസ്സിലാവും? ഒരു ജ്യൂസ് ഇവിടെ വെച്ചേക്കണം, ജ്യൂസ്, വെറുതെ ജ്യൂസ്. ഇയാൾ പറയാണ് ഞാൻ 50% കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എത്രയുണ്ടാവും? പകുതി അല്ലേ? ശരിയല്ലേ? അപ്പൊ ഇനീഷ്യൽ എത്ര ഉണ്ടാവും? ഇനീഷ്യൽ 60 ഉണ്ടാവും. അത് എന്തിന്റെ അല്ലേ? ജ്യൂസിന്റെ കാര്യം പറഞ്ഞാൽ ഇനീഷ്യൽ എത്ര ഉണ്ടാവും? തുടക്കം ഒരു ജ്യൂസ് ഫുൾ ആയിട്ടിരിക്കുന്നു. അയാൾ പറയാണ് അതിന്റെ 50% ഞാൻ കഴിച്ചിട്ടുണ്ട് എന്നാണ് പറയണേ. 50 എന്ന് പറഞ്ഞാൽ എത്രയാ? ഹാഫ് അല്ലേ? ഓക്കെ, അപ്പൊ ഇനീഷ്യൽ എത്രയുണ്ടാവും? 100 ആണ്. 100ന്റെ പകുതിയല്ലേ 50 അല്ലേ? ഓർത്ത് നോക്കാം. അപ്പൊ ഏതെങ്കിലും പെർസെന്റേജ് പറഞ്ഞാൽ ഇനീഷ്യലി എത്ര ഉണ്ടാവും? 100. ഈ ബുക്കിന്റെ 20% കത്തിപ്പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഇനീഷ്യലി 100 ഉണ്ടായിരുന്നു, അപ്പോ 20 പോയി അല്ലെ? അപ്പോ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവോ അതിന്റെ ഒരു അല്ലെ? ആ രീതിയിൽ ഓർത്തു നോക്കാം. അപ്പോ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0 എത്രയായിരിക്കും? 100. R0 100. R എത്രയായിരിക്കും? 40% കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ബാക്കി എത്രയുണ്ടാവും? 60. കേട്ടോ? അപ്പൊ R 60, R0 100. വേഗം എടുത്ത് 100 ബൈ ഇതില് എന്ത് തന്നാലും അതിലെടുക്കണം. ഇയറിൽ തന്നാ ഇയർ. കേട്ടോ? ഓക്കെ, 80 തന്നെ കേട്ടോ. ഈ ചാപ്റ്ററില് എന്ത് വരുന്നോ അതാണ് യൂണിറ്റ് എഴുതണ്ടേ. കേട്ടോ? ഓക്കെ, നമുക്ക് S⁻1 പകരം min⁻1. കേട്ടോ? ഓക്കെ, അങ്ങനെയൊക്കെ കൊടുക്കാം. ആൻസർ കറക്റ്റ് ആയിരുന്നു കിട്ടിയത്. കെ കറക്റ്റ് ആയി. ഓക്കെ, ഇവിടെ കെ കിട്ടി കഴിഞ്ഞു. കേട്ടോ? ഓക്കെ, സെക്കൻഡ് കേസിൽ എന്തായിരുന്നു ഫൈൻഡ് ചെയ്യണ്ടേ? അപ്പൊ എന്ത് കൊടുക്കണം? കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ? കിട്ടിയല്ലേ? ഇവിടെ എത്ര? R0 എത്ര എടുത്തേക്കണേ? R0 പെർസെന്റേജിൽ തന്നാൽ 100. 90% കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എത്രയായിരിക്കും? അല്ലേ? അപ്പൊ R എത്രയായിരിക്കും? അത്ര എന്താ അല്ല, ഈ R0 വന്നിട്ട് കട്ട് ചെയ്തിട്ട് ടോട്ടൽ എത്ര വരും? അപ്പൊ ആണോ മുകളിലേക്ക് 80 വരുമോ? അപ്പൊ ഇപ്പൊ ഇവിടെ എന്താ ചെയ്തേക്കുന്നത്? R0 ഒന്നും അതിന്റെ ഏതാ? ഇനീഷ്യൽ എപ്പോഴും 100. ഫൈനല് നമ്മൾ ഓർത്ത് നോക്കാം. ആദ്യത്തെ കേസിൽ 60, 100 - 40. രണ്ടാമത്തെ കേസിൽ 100 - 90, 10. കേട്ടോ? ഇനീഷ്യലി എപ്പോഴും എന്താ എടുത്തേക്കണം? 100. കേട്ടോ? ഓക്കെ, 5/3. കേട്ടോ? എന്നിട്ട് ആ ഓപ്ഷനിൽ ഉണ്ടാവും നോക്കാത്തത് അവന്മാര് തന്നേക്കുന്നത് 3 ഉണ്ട്. അപ്പൊ അതിലേക്ക് കൊടുത്തിട്ട് ഇത് ചെയ്യാം, മൈനസ് ഇടണം. കേട്ടോ? log 5 - log 3.
കേട്ടോ. ഡിവിഷൻ വന്ന ലോഗ് കേട്ടോ. ലോഗ് നിങ്ങൾ താഴെ എടുക്കുമ്പോ log 5 മൈനസ് log 3 അങ്ങനെയൊക്കെ വരും കേട്ടോ. ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, രണ്ട് കേസാണ്. ഫസ്റ്റ് കേസ് എന്തായിരുന്നു? 40% കംപ്ലീറ്റഡ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ, ഫസ്റ്റ് കേസ്. അങ്ങനെ വന്നാൽ ഇക്വേഷൻ എന്തായിരുന്നു? കിട്ടിയ ആൻസർ രണ്ടുപേർക്കും ബാക്കിൽ മാച്ച് ചെയ്ത് നോക്കുക. ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, അത് കുഴപ്പമില്ല. അപ്രോക്സിമേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ആൻസർ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ആ ലോഗ് അപ്ലൈ ചെയ്യുന്നതിലും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് കേസിൽ 40% എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ k ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടി. ടി എത്രയാ തന്നേക്കുന്നത്? 80 മിനിറ്റ്. മിനിറ്റ് തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, യൂണിറ്റ് എഴുതുമ്പോൾ മിനിറ്റ് റൈസ് ടു -1 എന്ന് എഴുതണം. ദെൻ ഇൻറ്റു ലോഗ് R0 പെർസെന്റേജ് തന്നതുകൊണ്ട് 100 ആയിട്ട് എടുക്കുക. R0 എത്രയാണ്? 100. 40% ഡീകമ്പോസിഷൻ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് R എത്രയാണ്? 100 മൈനസ് 40 എത്ര വരും? 60. 100 മൈനസ് 60 കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് k ഈക്വൽ ടു 2.303 ഡിവൈഡ് ബൈ 80 ലോഗ്. ഇത് പരമാവധി ക്യാൻസൽ ചെയ്ത് ചെയ്യാൻ നോക്കുക. 10/6 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് 5/3 ലോഗ് 5/3 അല്ലെ. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോ k ഈക്വൽ ടു 2.303 ഡിവൈഡ് ബൈ 80 ലോഗ് 5 മൈനസ് ലോഗ് 3 കേട്ടോ. ഓക്കെ, ഇതിന്റെ ആൻസർ ഇതിന്റെ ഇത് തന്നിട്ടുണ്ട് അല്ലെ. ലോഗ് 5 തന്നിട്ടുണ്ട്, ലോഗ് 3 തന്നിട്ടുണ്ട്. അങ്ങനെയാണ് k കണ്ടെത്തേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോ പാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻസിൽ കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇഗ്നാസ് നമ്മള് ബുക്കില് ഏതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറഞ്ഞേ? 44 കേട്ടോ. കെമിക്കൽ കൈനറ്റിക്സിലെ 44th ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ബുക്ക് ഉണ്ടല്ലോ, ബുക്ക് തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ആ ബുക്കിലാ കേട്ടോ. ഈ ബുക്കിലാ ക്വസ്റ്റ്യൻ നമ്പർ 44 ആണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, കെമിക്കൽ കൈനറ്റിക്സ്. നെക്സ്റ്റ് ശ്രദ്ധിക്കാം, അടുത്ത കേസ് എന്തായിരുന്നു? 90% അല്ലെ. ഓക്കെ, എന്നിട്ട് ഫൈൻഡ് ചെയ്തേക്കുന്നത് ടി ആണ് ഇതിന്റെ കണ്ടെത്തേണ്ടത് അല്ലെ. അപ്പോ ഈ ഇക്വേഷൻ തന്നെ k ഈക്വൽ ടു 2.303 അല്ലെ. ഇവിടെ k ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. ഡിവൈഡഡ് ബൈ ടി ലോഗ് ഉണ്ടോ. ഓക്കെ, 90% കംപ്ലീറ്റ് ആണെന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ R0 എപ്പോഴും 100 ആണ്, പെർസെന്റേജ് ആണ്. R ഈക്വൽ ടു 100 മൈനസ് 90. കാരണം 90% ഡീകമ്പോസ് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത് 10 ഉണ്ടോ. ഓക്കെ, 90% ഡീകമ്പോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ 100 മൈനസ് 90 10. Therefore അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? 100 ഡിവൈഡഡ് ബൈ 10. പെട്ടെന്ന് കണ്ടെത്തു അല്ലെ. ലോഗ് 10 എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂ? 1. ലോഗ് 10 എന്ന് പറഞ്ഞാൽ 1 കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? കെയുടെ വാല്യൂ ഇവിടെ നിന്ന് കണ്ടെത്തു അല്ലെ. അപ്പൊ ടി ഈക്വൽ ടു അല്ലെ 2.303 ഡിവൈഡഡ് ബൈ k. k എത്ര കിട്ടി? 5.75 ഉണ്ടോ. ഓക്കെ, ലോഗ് 10ന്റെ വാല്യൂ എന്തായിരുന്നു? ലോഗ് 10 എന്ന് പറഞ്ഞാൽ 1 ഉണ്ടോ. ഓക്കെ, അപ്പോ ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഈ ടൈം മിനിറ്റ് അതിൽ പറയണം. ഇതെന്തായിരിക്കും ടൈം പറയേണ്ടത്? മിനിറ്റ് ആയിരിക്കണം. ഇപ്പൊ യൂണിറ്റ് എഴുതുമ്പോൾ മിനിറ്റ് എന്ന് എഴുതണം കേട്ടോ. ഓക്കെ, അപ്പോ 2.303 ഡിവൈഡ് ബൈ 5.75 കേട്ടോ. ഓക്കെ, അതാണ് ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അത് മിനിറ്റിൽ പറയണം. മെത്തേഡ് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഫൈനൽ ആൻസറിനേക്കാൾ ഏറെ അതെങ്ങനെ ചോദിച്ചു, അപ്പൊ എനിക്ക് വല്ല എറർ വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് കേട്ടോ. ഇതിൽ ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? മിനിറ്റ് എന്തുകൊണ്ടാ? അവിടെ ടൈം തന്നേക്കുന്നത് മിനിറ്റിലാണ്. ഇയർ തന്ന ഇയർ, സെക്കൻഡ് തന്ന സെക്കൻഡ്. ഈ ചാപ്റ്ററിൽ മാത്രം. വേറെ ചാപ്റ്റർ ഉണ്ടായിരുന്നു, ഏതാ? ഇലക്ട്രോ കെമിസ്ട്രി. അവിടെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ടി എന്തായിരിക്കണം? ഓൾവേസ് സെക്കൻഡ്. അതിന് മാത്രമേ ഉള്ളൂ. ഈ ചാപ്റ്റർ മുഴുവനും ഏതാണോ യൂണിറ്റ് അത് ഒരേപോലെ ആയിരിക്കണം കേട്ടോ. രണ്ട് സ്ഥലത്ത് ആയിരിക്കരുത്, എല്ലാ സ്ഥലത്തും ഒരേപോലെ ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്
ഇതേ ഫോർമാറ്റിൽ ഒരെണ്ണം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈപ്പ് തീരും. അത് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചറിയാം, ഇതേ ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് 48. ക്വസ്റ്റ്യൻ നമ്പർ 48. ക്വസ്റ്റ്യൻ നമ്പർ 48 വേഗം ചെയ്തേ. 48. ഇവിടെ എറർ ഒന്നും വരരുത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 48, പേജ് നമ്പർ 50 കേട്ടോ. 50, പേജ് നമ്പർ 50. A first order reaction take 20 minutes for 25% decomposition. Calculate the time when 75% of the reaction will be completed. Will be completed. Question number 48 കേട്ടോ. ഡീകമ്പോസിഷൻ ടേക്ക് പ്ലേസ് അല്ലെങ്കിൽ കംപ്ലീറ്റഡ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ബാക്കിയുള്ള ഏരിയ ആണ് എടുക്കേണ്ടത്. ഇതേ ഫോർമാറ്റിൽ തന്നെ ചെയ്യാൻ പറ്റും. ഒരേ ഫോർമാറ്റിൽ, ഇതേ ഫോർമാറ്റിൽ തന്നെ കുറെ ടൈപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ചെയ്യുമ്പോൾ തന്നെ ഹെഡിങ് ഒക്കെ കൊടുത്ത് ക്ലിയർ ചെയ്ത് അങ്ങനെ ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ബാക്കില് മെത്തേഡ് കറക്റ്റ് അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കറക്റ്റ് ആണോ നോക്കുക കേട്ടോ. ഡീകമ്പോസിഷൻ നടന്നു എന്ന് പറയുമ്പോൾ എത്ര എടുത്തിട്ടുണ്ട്? 25% ഡീകമ്പോസിഷൻ നടന്നു. 75 അങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഏതാ എടുത്തേക്കുന്നത്? R0 എത്ര എടുത്തേക്കുന്നത്? ഇനീഷ്യലി എപ്പോഴും എന്താണ് 100. പക്ഷെ ആദ്യത്തേല് തന്നിട്ടില്ലേ? അതിൽ നിന്ന് കേ കിട്ടൂലേ? ആണോ? നോക്കി വായിച്ച ക്വസ്റ്റ്യൻ. ഫസ്റ്റ് കേസ് 25% ഡീകമ്പോസിഷൻ കഴിഞ്ഞു. ബാക്കി എത്ര ഉണ്ടാവും? അതാണ് ചോദ്യം. ഈ ബുക്കില്ലേ 25% 75 അതാണ് പറയുന്നത്. കംപ്ലീറ്റ് ചെയ്തു. R0 ഓൾവേസ് 100 എല്ലാത്തിനും പെർസെന്റേജ് എന്നാ. അങ്ങനെയല്ലേ? ഇപ്പൊ മാർക്ക് പെർസെന്റേജ് പറയുന്നു. 80% എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എപ്പോഴും പറയൂ 100ലാണോ എനിക്ക് 80 കിട്ടിയത്, അങ്ങനെയാണോ പറയാ നമ്മള്? അല്ലെ, 80% പറഞ്ഞാൽ എന്താ? അത് 100ലാണ് അല്ലേ? അതുപോലെയാണ്. അപ്പൊ പെർസെന്റേജ് എന്നാലും R0 ഓൾവേസ് 100 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ടോ? പിന്നെന്തായിരുന്നു? മറ്റേതെന്തായിരുന്നു? കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യണം. അപ്പൊ 100 മൈനസ് 25 അങ്ങനെ എഴുതി വെക്കുക കേട്ടോ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. എനിക്ക് അത് കിട്ടുന്നുണ്ടോന്നാ നോക്കണേ കേട്ടോ. ഓക്കെ, അപ്പൊ അത് എത്തുമ്പോ തന്നെ ക്ലിയർ ആവും. ഓക്കെ അല്ലേ? നിങ്ങളെ ആ കാൽക്കുലേഷൻസ് കേട്ടോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് മാച്ച് ചെയ്ത് നോക്കണം ബാക്കിൽ. എന്നിട്ട് നിങ്ങൾക്ക് കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ എന്താണ് കാൽക്കുലേറ്റർ വെച്ചും കൂടി ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഇത് പ്രിന്റഡ് ആണ്, എവിടെയെങ്കിലും ഒക്കെ എറർ വരാം കേട്ടോ. ഓക്കെ, അല്ലാതെ അതും സ്റ്റക്ക് ഓൺ ചെയ്ത് ഇതും എന്നാ പിന്നെ ഇതാണ് അങ്ങനെ ഇരിക്കരുത് കേട്ടോ. ഓക്കെ, അങ്ങനെ നോക്കി പോകണം എപ്പോഴും. കിട്ടിയില്ല, കുഴപ്പമില്ല. അടുത്തത് എന്തായാലും 75% ഡീകമ്പോസിഷൻ ആണോ പറഞ്ഞത്? ലോഗ് 4 കട്ട് ചെയ്ത് ലോഗ് 4 എടുക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യാം കേട്ടോ. ഫൈനാൻസ് ലോഗ് 4ന്റെ വാല്യൂ ഉണ്ടാവും, എന്നിട്ട് ഇടണം. എക്സാമിന് എഴുതണം എന്തായാലും.
ഫൈനൽ ആൻസർ എഴുതിയില്ലേ നമുക്ക് ഇപ്പോഴത്തെ പോയിന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും എറർ വരാതിരിക്കാൻ വേണ്ടി ഇപ്പൊ ഇത് എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ഇതിനെ കൺവേർട്ട് ചെയ്യുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചു. ഇതല്ലേ ഇതിനെ ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിങ്ങനെ ചെയ്യും. ശ്രദ്ധിച്ചു എൻ്റെ മെത്തേഡ് 10 raised ഒരു ഡിജിറ്റ് ഇങ്ങനെ വരുമ്പോൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താ ആക്ച്വലി -1 കൊടുക്കുക. അത്രയുള്ള പരിപാടി. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ഇത് പഠിച്ചാൽ മതി. -1 ഉണ്ടോ? ഓക്കെ. ഇനി ഇത് നോക്കിക്കോ. ഇതിൻ്റെ താഴെ എത്രയായിരുന്നു? 6.014. ഇനി ഇത് എൻ്റെ എക്സാമിനാണെങ്കിൽ ഇത് വേണ്ട അപ്രോക്സിമറ്റ്ലി ഇത് രണ്ടും എന്ത് ചെയ്യും? കട്ടായിക്കളയും. ഉണ്ടോ? ഓക്കെ, കട്ടായിക്കളയും. അപ്പോൾ 2.303 ഈ 10 raised to -1 ഉണ്ടാവും. ഇത് എത്ര 0 പോയിന്റ് ആണോ? 0 ആണോ? 6 ആണെന്ന് എഴുതി. ഉണ്ടാക്കുക. ഇത് 0 പോയിന്റ് അല്ലേ? അപ്പോൾ ഇതിനെന്താ ഒരു 1.4ലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, 1.4 ഇൻറ്റു 10 raised to -2. ഇത് മുകളിലേക്ക് വന്നാൽ എന്തോരം ഉണ്ടാ? ഓക്കെ. അപ്പോൾ ഈ ഡിജിറ്റുകളെല്ലാം നമ്മുടെ ഒരു റിയലിസ്റ്റിക് ഡിജിറ്റുകളിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. നമ്മുടെ ബ്രെയിൻ നോർമൽ തിങ്ക് ചെയ്യുന്ന ഒരു ഇത് 10 raised to പ്ലസ് ആവും അല്ലേ? അപ്പോൾ എന്തായിരിക്കും? 10 ആവും അല്ലേ? +1. ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇത് ഡിവൈഡ് ബൈ 1.4 അല്ലേ? ഓക്കെ. ഇനി ഇത് അപ്രോക്സിമേഷൻ ഞങ്ങൾക്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ വാല്യൂയിലേക്ക് എത്താൻ പറ്റും. കാരണം ഇത് 10 എന്ന് പറയുമ്പോൾ 60 ആയല്ലേ? ഇത് 60 അല്ലേ? 21 അവിടെ നിൽക്കട്ടെ. ഇതിൽ കട്ടായി കഴിഞ്ഞാൽ ഏകദേശം എത്ര പോകും? നോക്കിയിട്ടില്ല ഏകദേശം. ഇതെന്തായാലും 1 ടൈം എന്തായാലും പോകുമല്ലോ അല്ലേ? 1.4ന്റെ ഡബിൾ എത്രയാണ്? 14ന്റെ ഡബിൾ എത്രയാണ്? ഇത് 23 ആക്കി കഴിഞ്ഞത് 14 ആക്കാൻ നോക്ക്. ഡൗട്ട് ഉണ്ടോ? 14ന്റെ ഡബിൾ എത്രയാണ്? 28 അല്ലേ? അല്ലേ? ഇത് ഏകദേശം ഒരു 1.5 അല്ലേ? ഞാൻ ഒന്നും ചെയ്യുന്നില്ല. 1.5 × 60 എത്രയാണെന്നറിയോ? 90ക്ക് മുകളിൽ വന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തൊട്ട് നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. 23/14 1 ടൈം 14 ഉണ്ടോ? ഇത് എത്ര വരും? 6 9 അല്ലേ? 90ൽ 14 എത്ര ടൈം പോകുന്നുണ്ട്? 15 എത്ര ടൈം പോകുന്നുണ്ട്? അതുപോലെ നോക്കിയെടുത്താൽ മതി. ഉണ്ടോ? അപ്പോൾ അവിടെ നിന്ന് തൊട്ട് എളുപ്പമാവും. എറർ ഭയങ്കരമായിട്ടുള്ളതൊന്നും വരില്ല. അപ്പോൾ നമുക്കൊരു ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രാക്ഷൻ വന്നാൽ എപ്പോഴും എന്ത് ചെയ്യാം? റിയലിസ്റ്റിക് നമ്പറിലേക്ക് മാറ്റുക. എന്നിട്ട് കട്ട് ചെയ്യുമ്പോൾ എറേഴ്സ് കുറവായിരിക്കും കേട്ടോ. കിട്ടുന്നുണ്ടോ? സബ്സ്റ്റിറ്റ്യൂഷൻ ഓക്കെ ആണോ? കിട്ടിയോ ആൻസർ? സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് അല്ലേ? 25ഉം 75ഉം ഇവിടെ ഓക്കെ അല്ലേ? 75ഉം കിട്ടി. ബാക്കിൽ ആൻസർ മാച്ച് ചെയ്തോ? കിട്ടിയോ? കൊണ്ടത്തോ നിങ്ങൾക്ക് കിട്ടിയില്ലേ കറക്റ്റ് ആൻസർ? കിട്ടുന്നുണ്ടോ? സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ആണോ? ലോഗൊക്കെ തന്നിട്ടില്ലേ കേട്ടോ? ശ്രദ്ധിക്കുക, ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോ വീട്ടിൽ പോയിട്ട് ഇതിലാ ക്വസ്റ്റ്യൻസ് ഒന്ന് മാർക്ക് ചെയ്തേ, ഞാൻ പറഞ്ഞുതരാം. ആ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ എത്രയായിരുന്നു? 14. 49ന്റെ ഇക്വേഷൻ എന്താണ്? നമ്മളിപ്പോ ഇവിടെ എഴുതിയിട്ടില്ല 49ന്റെ ഇക്വേഷൻ. 49ന്റെ ഇക്വേഷൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട് നോക്കട്ടെ. ഇപ്പൊ ഈ ഇക്വേഷനിൽ എഴുതാൻ വിട്ടുപോയ ഒരു ഇക്വേഷൻ ആണ്. ഒന്ന് പറഞ്ഞേ. പ്രഷർ മാത്രം തന്നാൽ ഇക്വേഷൻ എന്താണ്? പറഞ്ഞേ. K equal to പറഞ്ഞോ. നമ്മളന്ന് പറഞ്ഞപ്പോ ഡിസ്കസ് ചെയ്താണ്. ഈ ഇക്വേഷൻ പറഞ്ഞിരുന്നു. 2.303 നിങ്ങൾക്ക് പറഞ്ഞേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. T log പറഞ്ഞോ, ശരിയാ. P initial minus 2PI minus PT കേട്ടോ, ഓർത്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും. അപ്പോ ഓർത്ത് വെക്കുക, ഈ ക്വസ്റ്റൻ ഓർത്ത് വെക്കുക. PI എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ പ്രഷർ. PT എന്തായിരിക്കും? ഫൈനൽ പ്രഷർ. ഇതിൽ ഇനീഷ്യൽ പ്രഷർ എത്രയാ? ഇനീഷ്യൽ പ്രഷർ എത്രയാ പറയേ. ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ 49 ഇനീഷ്യൽ പ്രഷർ 0.3. ഫൈനൽ പ്രഷർ എത്രയാ? PT ഫൈനൽ പ്രഷർ എത്രയായിരുന്നു? 0.50 കേട്ടോ. ഓക്കെ, അപ്പോ നോർമലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, അങ്ങനെ കൊണ്ടുവരിക. ക്വസ്റ്റ്യൻ നമ്പർ 49 നോക്കണം. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 53 ടെക്സ്റ്റ് ബുക്കിലെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. 53 എന്താ വ്യത്യാസം ഒന്ന് പറഞ്ഞേ.
ഇനി മെത്തേഡ് പറയാണ് 53. ആ അവര് തന്നേക്കുന്നത് എന്താ? റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ജെഫ്രി അവിടെ നോട്ട് പറ. ദ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് തന്നേക്കുന്നത് 60. അതെന്താ? കെ ആണ് അല്ലെ ജെഫ്രി? കെ അല്ലേ? അടുത്ത നോക്ക. ഹൗ മച്ച് ടൈം എന്ന് പറഞ്ഞ എന്താ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണ്ടേ? ടൈം ടി ആണ് അല്ലെ? ടി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ആ will it take to reduce the initial concentration of the reactant to its 1/10th value? R0 എത്ര ആയിട്ട് എടുക്കണം? 1. R0 1 അല്ലെ ജെഫ്രി? ഒരു ചോക്ലേറ്റ് കയ്യിലുണ്ട്, അതിന്റെ ഹാഫ് കിട്ടി എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? പകുതിയായിട്ട് ഒടിച്ചു അല്ലെ? 1/3 കിട്ടി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഒരു ചോക്ലേറ്റിനാ 3 പീസ് ആക്കും, അങ്ങനെയല്ലേ? 1/3 കിട്ടി എന്ന് പറഞ്ഞാൽ 3 പീസ്. 1/4 കിട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾ ചോക്ലേറ്റ് ഒന്നും അങ്ങനെ കഴിക്കാത്തതുകൊണ്ടാ, ഫ്രണ്ട്സിനൊന്നും കൊടുക്കാറില്ലേ ആരും അല്ലേ? ഓക്കെ കേട്ടോ. ഒരു ചോക്ലേറ്റ് എടുത്താൽ ഒടിച്ച് അല്ലെ 4 പീസാക്കി കഴിഞ്ഞാൽ ഒരെണ്ണം അല്ലെ? അതാണ് 1/4 എന്ന് പറയുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ 1/10th ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ കേട്ടോ 1/10th. അപ്പോ ഇനീഷ്യലി 1 കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ 1/10th. അപ്പൊ എന്ത് വരും? log 10. log 10ന്റെ വാല്യൂ 1 കേട്ടോ. അപ്പൊ എളുപ്പമാണ്, അത് മാത്രം ആകെ ഒരു ഇതുള്ളൂ കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അതുപോലത്തെ, ഏതായിരുന്നു? 1/16. വെരി ഗുഡ് കേട്ടോ. 1/16 എന്ന് പറയുന്നത് ക്വസ്റ്റൻ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട്, ഇതേ സിമിലർ ആണ് കേട്ടോ. അപ്പൊ ചെയ്യണം, ക്വസ്റ്റൻ നമ്പർ ഏതായിരുന്നു? മാർക്ക് ചെയ്ത് വീട്ടിൽ പോയിട്ട് ചെയ്താന്ന് നോക്കണം കേട്ടോ. ബാക്കിൽ ആൻസർ കീ നോക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻ എനിക്കിത് മനസ്സിലായി, ഇങ്ങനെ എങ്ങനെ ചെക്ക് ചെയ്യുക? ഇത് R0 ഓക്കെ, ഇത് ഞാൻ നോക്കുന്നത് ശരിയാണോ? ബാക്കിൽ പോവുക, ഒന്ന് നോക്കുക, അനലൈസ് ചെയ്യുക, അങ്ങനെ എങ്കിലും പോകണം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 57. ക്വസ്റ്റ്യൻ നമ്പർ 57. 57. ചെയ്യണോട്ടോ എല്ലാവരും. എന്തായിരുന്നു? write the expression for the rate law. rate lawന്റെ ഇക്വേഷൻ പറഞ്ഞേ ആദ്യം. rate equal to k into a raised to x and b raised to y. അങ്ങനെയല്ലേ? ഓർത്തു നോക്കുക, ഇവിടെ പറയേണ്ടത് k ഏതാണെന്ന് കണ്ടെത്തണം. ഉണ്ടോ? ഓക്കെ, k. അപ്പൊ റേറ്റ് ലോയുടെ എക്സ്പ്രഷൻ എഴുതിയിട്ട് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. കണ്ടോ? അപ്പൊ k കണ്ടെത്തണം. എങ്ങനെയായിരിക്കും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും റേറ്റ് എത്രയാണ് നടക്കുന്നേ? ആദ്യം എക്സും വൈയും കണ്ടെത്തണം കേട്ടോ. എക്സും വൈ എത്രയായിരുന്നു? എക്സും വൈ എങ്ങനെയാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കേട്ടോ, എലിമിനേറ്റ് ചെയ്ത് കണ്ടെത്തണം. എക്സും വൈയും കണ്ടെത്തി ആദ്യം. എല്ലാവരും ക്വസ്റ്റ്യൻ നമ്പർ 57. അതിലെ ആദ്യത്തെ ഇക്വേഷൻ നോക്കിയേ. 0. റേറ്റ് ഈക്വൽ ടു നമ്മൾ പഠിച്ചേക്കുന്ന അതേ ഫോർമാറ്റ്. റേറ്റ് ഈക്വൽ ടു k ഇൻറ്റു a റേസ് ടു എക്സ് p റേസ് ടു y. ആദ്യം എക്സും വൈയും കണ്ടെത്തണം, എങ്കിലാണ് റേറ്റ് ലോ കംപ്ലീറ്റ് ആവുള്ളൂ അല്ലെ? ഓക്കെ, റേറ്റിന്റെ സ്ഥലത്ത് തന്നിരിക്കുന്നത് 0.60 ഈക്വൽ ടു ഫസ്റ്റ് ഇക്വേഷൻ ആണ്. k നമുക്ക് അറിയില്ല. ദെൻ എയുടെ പൊസിഷനിൽ എന്താ തന്നേക്കുന്നവര്? എ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? NO അല്ലെ? ആൻഡ് Cl2 ആണ് തന്നേക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? 0.15 അല്ലെ? 0.15, 0.13. ഇതേ ഇതുപോലെ ഇങ്ങനെ കൊടുക്കുക. 0.15, 0.13, 15 രണ്ടും സെയിം തന്നെ അല്ലേ? ഓക്കെ, ഇനി സെക്കൻഡ് ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ അറിയാം. സെക്കൻഡ് ഇക്വേഷനില് 1.2 ഈക്വൽ ടു k ഇൻറ്റു 0.15 എക്സ് വൈ. എക്സ് അടുത്തത് എന്തായിരുന്നു? 0.30. ഇത് ഇക്വേഷൻ 1, ഇക്വേഷൻ 2. ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ 1 ചെയ്താൽ എന്തായിരിക്കും? ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ചെയ്താൽ എന്ത് കിട്ടും നിങ്ങൾക്ക്? കിട്ടിയോ? കെയും കട്ടായി പോകും, ഇതും കട്ടായി പോകും അല്ലേ? പിന്നെന്തായിരിക്കും വരുന്നത്?
കിട്ടി അല്ലേ 0.30 ഡിവൈഡ് ബൈ 0.15 y കിട്ടി അല്ലേ ഈക്വൽ ടു എത്രയായിരുന്നു 1.2 ഡിവൈഡ് ബൈ 0.6. ഇത് 15 എത്ര ടൈം പോവും 2 അല്ലേ 2 റേസ് ടു y ഈക്വൽ ടു എത്ര കിട്ടി അല്ലേ ഇതും 2. അപ്പൊ ഏത് ഓർഡർ ആയിരിക്കും ഉണ്ടോ ഓക്കെ ഇത് y ഈക്വൽ ടു 1 ആണ് ശരിയല്ലേ ഈ 2ന്റെ മുകളിൽ 1 കൊടുത്താലല്ലേ കിട്ടുള്ളൂ അല്ലേ 2 റേസ് ടു y ഈസ് ഈക്വൽ ടു ഇവിടെ എന്തുണ്ട് 2 റേസ് ടു 1 എന്ന് പറഞ്ഞ 2 ആണ് അല്ലേ ഇത് 4 ആയിരുന്നു വെച്ചെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതാം 4 റേസ് ടു 4 ആണെങ്കിൽ എങ്ങനെ എഴുതും 2 റേസ് ടു 2 8 ആയിരുന്നു വെച്ചെങ്കിൽ എങ്ങനെ എഴുതും 2 റേസ് ടു 3 അങ്ങനെയാണെങ്കിൽ ഏത് ഓർഡർ ആയിരിക്കും ഉണ്ടോ ഓക്കെ y അല്ലേ അപ്പൊ ഇവിടെ y ഈസ് ഈക്വൽ ടു 1 ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് y1 കിട്ടി. ഇനി നിങ്ങൾക്ക് x കണ്ടെത്താൻ y ഏതെങ്കിലും കോമൺ ആയിട്ടുള്ള ഇക്വേഷൻ ഏതെങ്കിലും ഉണ്ടോ നോക്കിയേ 1ഉം 3ഉം അല്ലെ 1ഉം 3ഉം എടുക്കാം 1ഉം 3ഉം കൂടി ക്യാൻസൽ ചെയ്താൽ എങ്ങനെ കിട്ടും ഒന്ന് പറഞ്ഞേ ആർക്കെങ്കിലും കിട്ടിയോ ഇക്വേഷൻ 3 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ഇക്വേഷൻ 3 ഡിവൈഡ് ബൈ ഇക്വേഷൻ 1 കേട്ടോ ഓക്കെ ഇക്വേഷൻ 3 എന്ന് പറയുമ്പോൾ അടുത്തൊരു ഇക്വേഷൻ കൂടി എഴുതുക കേട്ടോ ഡിവൈഡ് ബൈ 1 അപ്പൊ എത്ര കിട്ടും 2 കിട്ടി അല്ലേ അത് കാണിച്ചു തരണോട്ടോ ഞാൻ ചോദിക്കും ഒന്ന് എഴുതിക്കോ എന്തായാലും എനിക്ക് മനസ്സിലാവണം അത് എഴുതു എവിടെ നിന്നാണ് എഴുതുന്നത് ഇവിടെ നിന്നല്ല ഓക്കെ ഇത് 1/4 വരും 1/4 ഇവിടെ അപ്പൊ 4 ആയിരിക്കും അപ്പൊ എഴുതണം കേട്ടോ അതൊക്കെ എക്സാമിന് എഴുതിയില്ലെങ്കിൽ എനിക്ക് തന്റെ കാര്യത്തിലുള്ള ഏറ്റവും പേടിയതാ കൺവേ ചെയ്യണം ഇക്വേഷൻ ഇതാണ് ഇതാണ് കേട്ടോ അല്ലെങ്കിൽ അവർ നോക്കും കൂടി ഇല്ല കേട്ടോ ഇത് എവിടെ നിന്നാണ് കട്ട് ചെയ്തേക്കണേ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ ഓക്കെ അത് ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ അല്ലെങ്കിൽ മാർക്ക് പോവും കേട്ടോ ഓക്കെ y2 കിട്ടിയെന്ന് മനസ്സിലായി പക്ഷേ എനിക്ക് വേറെ ഒന്നും മനസ്സിലാവില്ല കേട്ടോ ഓക്കെ ഇവിടെ ക്യാൻസൽ ചെയ്തു ഞാനിവിടെ ചെയ്യണ പോലെ നോക്കിയിട്ടല്ല ഞാൻ കറക്റ്റ് എങ്കിലും ഒരു ഓർഡർ കിട്ടണം കേട്ടോ ശരിയാണ് കേട്ടോ കിട്ടിയാ ചെയ്യ് അടുത്ത ചെയ്യും ഇക്വേഷൻ ഉണ്ടാക്കിയ ഇത് കണ്ടോ തേർഡ് ഇക്വേഷൻ ഉണ്ടാക്കിയ ആദ്യം തേർഡ് ഇക്വേഷൻ ഉണ്ടാക്കാം കിട്ടിയാ കിട്ടിയാ ചെയ്യും ഡിവൈഡ് ചെയ്യണം ഇക്വേഷൻ 3നെ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അത് കട്ടായി പോകും കണ്ടോ ഇക്വേഷനെ 3 ഉണ്ടാകും കണ്ടോ നേരത്തെ എഴുതിയേക്കുന്ന പോലെ ഉണ്ടോ ഓക്കെ എന്നിട്ട് കട്ടായി പോയി അല്ലേ 2 raised to x is equal to 4 അല്ലേ 4 കിട്ടിയാ മോനെ 4ന് 2 raised to 2 എന്ന് എഴുതാം അല്ല ഇത് എന്താ 5 വന്ന് ഇക്വേഷൻ ഏതൊക്കെയാ ഡിവൈഡ് ചെയ്തേ 3 ചെയ്യുമ്പോൾ ഇതും ക്യാൻസൽ ആയി പോയി ഇതും അല്ലേ അപ്പൊ എന്ത് കിട്ടി 15ഉം ഇതും കൂടി കട്ട് ചെയ്യുമ്പോൾ 2 raised to x അങ്ങനെയാണെങ്കിൽ എന്ത് വരും 0.3ഉം 0.15 അങ്ങനെയല്ലേ എടുത്തേ അപ്പൊ ശരിയല്ലേ 15:30 എത്ര ടൈം പോകും 15:30 15 into 2 ചെയ്താൽ എന്ത് കിട്ടും 30 കിട്ടൂലേ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം മുകളിൽ 30 താഴെ 15 3/30 ശരിയാണോ അപ്പൊ എത്ര കിട്ടും അതുകൊണ്ടാണ് കേട്ടോ ഇനി മനസ്സിലായില്ലേ ചെയ്തേക്കുന്ന റൈറ്റാ പക്ഷെ ആ കാൽക്കുലേഷന്റെ അവിടെ തെറ്റിയാ കേട്ടോ 4 വരും 4നെ എങ്ങനെ എഴുതണം 2 raised to 2 അപ്പൊ അപ്പുറത്ത് എന്ത് വരും 2 raised to x വരും അപ്പൊ എന്തായിരിക്കും x is equal to 2 കിട്ടിയോ
ശ്രദ്ധിക്കുക, ഇവിടെ അടുത്തതില് ക്യാൻസൽ ചെയ്യുമ്പോ 2.4 ഡിവൈഡഡ് ബൈ 0.6 കട്ടായുമ്പോ എന്ത് കിട്ടും? 4. 24 ഡിവൈഡ് ബൈ 6 ആണ് അല്ലെ, 4 കിട്ടും. 4 ഈക്വൽ ടു ഇപ്പുറത്ത് കിട്ടുന്നത് എക്സ് 2 എന്നാണ് കിട്ടുക അല്ലെ, 2 അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 2. ഈ 4നെ നമുക്ക് എങ്ങനെയാക്കി എഴുതാൻ പറ്റും? 2 ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണ് എക്സ് ഈസ് ഈക്വൽ ടു കിട്ടുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് എക്സും വൈയും കിട്ടി. ഇനി കെ കണ്ടെത്താൻ എന്താണ്? ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലെ, ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഏതെങ്കിലും ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പൊ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കെ ഈക്വൽ ടു എന്ത് വരും അല്ലെ? കിട്ടിയോ? ഓക്കെ അല്ലെ? അപ്പൊ എക്സും വൈയും കിട്ടി. എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ കെ ആണ് അവർ ചോദിച്ചേക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കെ ഈക്വൽ ടു എന്ത് വരും? ഈ കെ അല്ലെ 0.6 ഡിവൈഡഡ് ബൈ 60 ഡിവൈഡഡ് ബൈ 0.15 റേസ് ടു എത്ര വരും? എക്സ് എന്ന് പറഞ്ഞ 2 ആണ്, ഇൻറ്റു 0.15 റേസ് ടു y 1 ആണ്. ഉണ്ടോ? ഓക്കെ, അങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ക്ലിയർ അല്ലേ? കേട്ടോ, ഇതൊക്കെ ചെയ്യുമ്പോ നേരത്തെ കുറെ ആൾക്കാർ ചോദിച്ചു ഈ ഡെസിമൽ പോയിന്റ് അവോയ്ഡ് ചെയ്ത് പഠിക്കുക കേട്ടോ. 60 ഇൻറ്റു 10⁻² എന്ന് എഴുതാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ എന്താ വരും? 0.15 ഇൻറ്റു 0.15 ഇൻറ്റു 0.15 കണ്ടോ? ഇങ്ങനെയൊക്കെ എഴുതാൻ നോക്കുക. 0.15നെ 15 ആക്കണമെങ്കിൽ അല്ലേ, ഇതിനെ പെട്ടെന്നൊരു നിങ്ങൾക്ക് കാണുന്ന ഒരു നമ്പറിലേക്ക് മാറ്റുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്താൽ മതി. എത്ര ഡിജിറ്റ് ആണോ മാറ്റുന്നതെന്ന് ചെക്ക് ചെയ്യുക. -6 ഉണ്ടോ? ഓക്കെ, ഈ -6 ടോപ്പിലേക്ക് കൊണ്ടുവന്നാൽ എന്ത് വരും? +6 ആവും. അങ്ങനെയാണെങ്കിൽ ഇതും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് 10⁻4 ഉണ്ടോ? ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, കുറച്ചും കൂടി ഈസി ആയിരിക്കും. 15 60 എത്ര ടൈം പോകും? 4 ടൈം അല്ലെ? ഓക്കെ, 4 ടൈം പോകും. ഓക്കെ, ഇനി ഈ 15 ഇൻറ്റു 50 എത്രയാ? 225 അല്ലെ? ഒറ്റയടിക്ക് വേണമെങ്കിൽ ഒരു 400നെ 225 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ബാക്കിയുള്ളത് ഡെസിമൽ ആക്കി എടുക്കാം കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളത് ഡെസിമൽ ആക്കി എടുക്കുക കേട്ടോ. ന്യൂമറിക്കലില് ചില ആൾക്കാർക്ക് ഇവിടേക്ക് എത്തിയിട്ട് സ്റ്റക്ക് ആവുന്നതുകൊണ്ടാണ് പറയണേ. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത് 4 ഇൻറ്റു 10⁻4 ആണ് ആക്ച്വലി, ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 15 225. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുമ്പോൾ ഇതിവിടെ ഒരു 400 ആക്കാം. ഇവിടെ നിന്ന് എത്ര 0 എടുത്തേക്കുന്നത്? 2 എണ്ണം അല്ലെ? ഓക്കെ, അപ്പൊ ഇൻറ്റു 10⁻2 എന്ന് എഴുതാം. ഉണ്ടോ? 225. 400 ഡിവൈഡഡ് ബൈ 225 എത്ര ടൈം പോകുന്നുണ്ടാവും അല്ലെ? അത് നോക്കിയിട്ടൊക്കെ കണ്ടെത്താം. അല്ലെങ്കിൽ ഒരു 4000 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്താൽ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. എറർ കുറവായിരിക്കും. 2 ഡിജിറ്റ് എങ്കിലും കറക്റ്റ് ആക്കി എടുത്താൽ മതി കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 58 കേട്ടോ. ഒന്ന് ടിക്ക് ചെയ്തേ, വീട്ടിൽ പോയിട്ട് ചെയ്യണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 58 ആൻഡ് 59 സെയിം ക്വസ്റ്റ്യന്റെ തന്നെ വേറെ ടൈപ്പ് ആണ്. 59 കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 75 എങ്ങനെ ചെയ്യും? ക്വസ്റ്റ്യൻ നമ്പർ 75 ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 75 ചെയ്യാൻ പറ്റുമോ നോക്കിയേ.
ഇത് നിങ്ങൾക്കത് പറഞ്ഞു തന്നല്ലേ? പണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൽ അരീനസ് ഇക്വേഷനിലെ സെക്കൻഡ് ഇക്വേഷൻ എഴുതിയേക്കുന്നത്. കമ്പയർ ചെയ്ത് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. എന്തായിരുന്നു കമ്പാരിസൺ? ലോഗ് log a equal to എങ്ങനെ പഠിപ്പിച്ചേക്കുന്നത്? log a equal to log a minus EA divided by 2.303 RT. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചറിയാം ആ പറയുന്നതില് 2.303 EA divided by 2.303 RT ആ പൊസിഷനിലാണ് കിടക്കുന്നത് കണ്ടോ. ഓക്കെ, ടിയും ടിയും ക്യാൻസൽ ആവും. അപ്പൊ ആൻസർ എന്തായിരിക്കും? EA ആണ് ചോദിച്ചേക്കുന്നത് ക്വസ്റ്റ്യൻ അല്ലെ. EA equal to എന്ത് വരും? EA equal to എന്ത് വരും? 2.303 R അല്ലേ, 10⁴. അപ്പൊ ആ രീതിയിലേക്ക് കണക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇക്വേഷനിൽ എഴുതിയിട്ട് ഇവിടുത്തെ ആ ഇക്വേഷൻ കേട്ടോ ഒന്ന് മാച്ച് ചെയ്യാൻ നോക്കുക. EA ഡിവൈഡഡ് ബൈ 2.303 RT ആണ് കണ്ടോ. ഓക്കെ, ഈക്വൽ ടു ഈ പൊസിഷനിൽ തന്നേക്കുന്ന അങ്ങെടുത്ത് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് EA ഈക്വൽ ടു എന്ത് വരും? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ വരിക, പിന്നെ ടിയും ടിയും ക്യാൻസൽ ആയി പോകും കേട്ടോ. ഓക്കെ, ആ ഇക്വേഷനിൽ എഴുതിയേക്കുന്ന ബാക്കി പോർഷൻ നോക്കുക. 1 × 10⁴ ഡിവൈഡ് ബൈ ടി കണ്ടോ. ഇതാണ് മാച്ച് ചെയ്ത് എത്തേണ്ടത്. നേരത്തെ പഠിച്ച രണ്ടാമത്തെ ഇക്വേഷനിൽ ഈ ഒരു പോർഷൻ ആണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ദെൻ ഇ ആണ് കണ്ടെത്തേണ്ടത് കണ്ടോ. ഇത് നേരെ ഇതിലേക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ടിയും ടിയും ക്യാൻസൽ ആയി കളയാം. ആറിന്റെ വാല്യൂ എടുത്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ കിട്ടും കേട്ടോ. ഓക്കെ, ഇതില് അടുത്ത സ്റ്റെപ്പിൽ എന്താ? കാൽക്കുലേറ്റ് EA ഫോർ ദ റിയാക്ഷൻ ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ് K ഇഫ് ദ ഹാഫ് ലൈഫ് പീരീഡ് ഈസ് ഈക്വൽ ടു 200 മിനിറ്റ്സ്. 200 മിനിറ്റ്സ് ഹാഫിൽ തന്നേക്കുന്നത് എന്താ? ടി ഹാഫ് വെച്ചിട്ട് എന്ത് കണ്ടെത്തണം? K കണ്ടെത്തണം. ടി ഹാഫ് വെച്ചിട്ട് എന്ത് കണ്ടെത്തണം? K. ആ K ഉപയോഗിച്ച് എന്ത് കണ്ടെത്തണം? ചോദ്യം എന്താ? EA. മനസ്സിലായോ? അപ്പോ ആ പെർട്ടിക്കുലർ K അല്ലെ, ആ പെർട്ടിക്കുലർ K ഇപ്പൊ തന്നേക്കുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അവർ തന്നേക്കുന്നത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആണ് അതിൽ നിന്ന് ടി കണ്ടെത്തണം. അതാണ് ചോദ്യം കേട്ടോ. ഓക്കെ, അപ്പോ കാൽക്കുലേറ്റ് EA ഫോർ ദ റിയാക്ഷൻ ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ് K ഇഫ് ദ ഹാഫ് ലൈഫ് പീരീഡ് ബി 200 മിനിറ്റ്സ് കേട്ടോ. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോർഷൻ കേട്ടോ. ഓക്കെ, അപ്പൊ രണ്ട് പോർഷനും ക്ലിയർ ആയിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, ബാക്കിൽ പോയി ആൻസർ കീ ഒന്ന് നോക്കിയേ പെട്ടെന്ന്, എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തു തരാം. ടി കിട്ടിയാ? ഇ കണ്ടെത്തിയില്ലേ? ഇനി ടി ഹാഫ് ഉപയോഗിച്ചിട്ട് എന്ത് കണ്ടെത്തും? K അല്ലേ? K കിട്ടിയില്ലേ? മനസ്സിലായോ കേട്ടോ? ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം മറ്റേ ഇക്വേഷനിൽ ഉണ്ടോ. ഓക്കെ, കേട്ടോ. ആൻസർ കീ നോക്കിയേ, ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ കേട്ടോ? ഓക്കെ, ഞാൻ ഇന്ത്യയിൽ പറഞ്ഞുതരാം കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇപ്പൊ ബോർഡിൽ ഞാനൊരു വ്യൂ ചെയ്യുന്നു, അങ്ങനെ ഇന്നിട്ടല്ല കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ശരിക്കും നോക്കിയേ. ഏതായിരുന്നു ക്വസ്റ്റ്യൻ ചെയ്തതിന്റെ? ഇതിൽ ഞാൻ തന്നേക്കുന്ന ഇക്വേഷൻ ശ്രദ്ധിക്കുക. log K ഈക്വൽ ടു എവിടെ ക്വസ്റ്റ്യൻ അല്ലേ? അതെ ഉണ്ടോ. ടി ഹാഫ് ഈക്വൽ ടു 200 മിനിറ്റ്സ് ആണ്. അത് വെച്ചിട്ട് K രണ്ടാമത്തെ പോർഷൻ ആണ് കേട്ടോ. ഓക്കെ, മറ്റേ ഇക്വേഷൻ ആണ് ഇത് കണ്ടോ. log K ഈക്വൽ ടു log A മൈനസ് EA ഡിവൈഡ് ബൈ 2.303 RT ഉണ്ടോ. ഓക്കെ, ഇതിൽ എന്താണ് മാച്ച് ചെയ്യാനാ പറഞ്ഞേക്കുന്നത് ഉണ്ടോ. മാച്ച് ചെയ്യുമ്പോൾ എന്ത് തന്നിട്ടുണ്ട് അവിടെ ഉണ്ടോ? ഈ ഒരു പോർഷൻ തന്നിട്ടുണ്ട് ഉണ്ടോ. അപ്പൊ അത് ഈക്വൽ ടു ഇക്വേഷനിലേക്ക് കൊടുക്കുക. ടിയും ടിയും ക്യാൻസൽ ആയി പോകും ഉണ്ടോ. ഓക്കെ, ചോദിച്ചു. log A കോൺസ്റ്റന്റ് ആണ്, അരീനസ് കോൺസ്റ്റന്റ് ആണ്. അവർ തരും, മാറിക്കൊണ്ടിരിക്കും, ഓരോ റിയാക്ഷനും മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇല്ല, ഏത് അതിന് പകരം ഒരു സാധനം തന്നിട്ടില്ലേ? ഇത് ഈ ക്വസ്റ്റൻ ഉണ്ടോ. അതില് ഇത് ഏരിയ എന്താ log A ആണ്. അത് കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പോർഷൻ ഇല്ലേ, ഈ ഒരു പോർഷൻ ആണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. EA ഡിവൈഡ് ബൈ 2.303 RT ആ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അത് ഈക്വൽ ടു എന്ത് എഴുതണം? 10⁻⁴ ബൈ ടി. ടിയും ടിയും ക്യാൻസൽ ആയി പോയില്ലേ
അപ്പൊ E equal to എന്ത് കിട്ടും? ഇൻറ്റു ആ അല്ലാത്ത ആൾക്കാർക്ക് കിട്ടൂല, എയുടെ വാല്യൂ ഒക്കെ ആണെന്ന് ആലോചിച്ചിരിക്കും, അപ്പൊ പറ്റില്ല. മനസ്സിലായോ? ഇനി അടുത്ത ഇക്വേഷൻ, അപ്പൊ എന്ത് കിട്ടി? E ആദ്യത്തേതിൽ കിട്ടി കണ്ടോ. ഇനി അടുത്താണ് വേറെ കണ്ടോ, E ഉപയോഗിച്ചിട്ട് കോൺസ്റ്റന്റ് അടുത്തത് കണ്ടോ, ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ് K ഇഫ് ഹാഫ് ലൈഫ് വെരി 200. അത് നേരിട്ട് ആണ് അല്ലേ? ആ ആ 6 വെച്ചിട്ട് അത് തന്നെ, അത് വെച്ച് കണ്ടെത്താം ആ രീതി കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ഇൻഡിവിജ്വലി ഈ ബുക്കിൽ ടിക്ക് ചെയ്ത് പഠിച്ചു കൊണ്ട് തുടങ്ങി കാര്യം. ആദ്യം നമ്മൾ കുറച്ച് ചാപ്റ്ററിന്റെ കറക്റ്റായിട്ട് റെഗുലർ ആയിട്ടൊക്കെ നോക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വിട്ടു. കാരണം എന്താണ്? പോർഷൻ തീരില്ല അല്ലെ? നമുക്ക് രണ്ടും കൂടി. ഇനി നേരെ തിരിച്ചാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിലെ കണ്ടന്റ് ഡൗട്ട് ഉണ്ട്, ഞാൻ പറഞ്ഞുതരും. എത്ര പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞുതരും, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ വർക്ക് എനിക്ക് മെഷറബിൾ ആയിരിക്കണം. വർക്ക് എന്ന് പറയുന്നത് സാറേ ഞാൻ അത് പഠിച്ചിട്ടുണ്ട്, ഇത് വായിച്ചിട്ടുണ്ട്, ആ പരിപാടിയും ഇല്ല. ക്വസ്റ്റ്യൻസ് ഇതേ 5 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ ഇത് നോക്കിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് കാണണം. ഈ ബുക്ക് എല്ലാ ദിവസവും കൊണ്ടുവന്നേക്കണം. ടിക്ക് ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കുക, ഹോണസ്റ്റ് ആയിട്ട് ടിക്ക് ചെയ്യണം. അത് 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് അല്ലെ, ഞാൻ ഒരു പ്രാവശ്യം നോക്കിയാണ്, ഒരു പ്രാവശ്യം കൂടി നോക്കി എനിക്ക് കിട്ടും എന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അതെന്തായാലും പാരലായിട്ട് ചെയ്തു പോകണം കേട്ടോ. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ DNF ആണ് കേട്ടോ. DNF കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, DNF എടുത്തു പോവാ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്. ഈ വരുന്ന സാറ്റർഡേ ക്ലാസ്